السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. നമ്മളിപ്പോൾ 11 മണിക്ക് ഇരിക്കൽ തുടങ്ങിയതല്ലേ? കുറച്ചു നേരം എണീറ്റുന്നോളി. ചെയറൊന്ന് മാറിയിരുന്നോളി, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇളകാത്തവരെന്ന് തള്ളിക്കൊള്ളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. മാഷാ അല്ലാഹ്. ഇതിലിപ്പോ എത്ര ആളുണ്ട് നിങ്ങൾക്കറിയോ? ആർക്കും അറിയില്ല. ഏകദേശം ഒരു 200-ന്റെ മുകളിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങള് ഒരു കേവലം ഗ്രൂപ്പല്ല, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടൊരു ഗ്രൂപ്പാണ്. നിങ്ങൾ ക്രൗഡും അല്ല. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ശബ്ദം കേട്ടാൽ ഓടി വരുന്ന ആളുകളാണ്. നിങ്ങളൊരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. സമൂഹത്തിൽ ഇറങ്ങുമ്പോഴാണെന്ന് മനസ്സിലാവുക. സമൂഹത്തിൽ നിങ്ങൾ ഇറങ്ങി, സമൂഹത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്നൊന്നുമില്ല. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കുടുംബജീവിതം ഉണ്ടായാൽ മതി. അതാണ് സമൂഹത്തിൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ. പിന്നെ അതിൻ്റെതായ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങിയതായി. ഞങ്ങൾ ഹുദവിയാവുന്നതിൻ്റെ മുമ്പ് ഉസ്താമാരൊക്കെ ഞങ്ങളോട് പറയും, നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്, നിങ്ങൾ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ പറയും. പക്ഷെ നമുക്കതിൻ്റെ പ്രാധാന്യം അത്ര ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. കാരണം നമ്മൾ അതുവരെ സമൂഹത്തെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഈ മാസത്തിൽ 2 ദിവസം ലീവ് കിട്ടുള്ളൂ. 30 ദിവസം കഴിഞ്ഞാൽ 2 ദിവസം ലീവ് കിട്ടും. വ്യാഴാഴ്ച വൈകിട്ട് പോകും. ദൂരമുള്ളവരൊക്കെ ആണെങ്കിൽ രാത്രി എത്തുള്ളൂ. പിന്നെ വെള്ളി ശനിയും കഴിഞ്ഞാൽ ഞായർ രാവിലെ തിരിച്ചെത്തണം. ഇതാണ് നമ്മളെ അവസ്ഥ. പിന്നെ ലീവ് കിട്ടുമ്പോൾ എക്സ്ട്രാ കുറച്ച് ലീവ് കിട്ടാറ് ഒന്ന് റമദാന് 30 ദിവസം 1.5 മാസം കിട്ടും. ശവ്വാൽ 10-ന് തിരിച്ചെത്തിയാൽ മതി. റമദാൻ മുഴുവനും, പിന്നെ ശവ്വാൽ 10. പിന്നെ ബലിപെരുന്നാൾ ലീവ് ഒരു 10 ദിവസവും. ഇതാണ് നമ്മൾ ലീവ്. നമുക്ക് നാടും സമൂഹവും കൂട്ടുകാരുമായുള്ള ബന്ധം ഇതാണ്. 12 കൊല്ലം എങ്ങനെയാണ് ഞങ്ങളൊക്കെ പോയത്. അതിനുശേഷമാണ് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതും ആളുകളെ നമ്മളെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സമൂഹം നമ്മളെ എങ്ങനെ കാണുന്നു. അപ്പൊ നിങ്ങൾ മഹദിയ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ദീൻ പഠിച്ചവരാണ് എന്ന ചിന്ത നിങ്ങളെ വീട്ടുകാർക്ക് നിങ്ങളെ കുറിച്ച് ഉണ്ടായിട്ടുണ്ടാവും. അതിനനുസരിച്ച് അവരുടെ ചില പ്രതികരണങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് രണ്ടും ഉണ്ടാവാം. പോസിറ്റീവ് എന്തായിരിക്കും? ഓള് പഴയമാരില്ലേ, ഓള് ഇതൊക്കെ പഠിച്ചതാണല്ലോ, അല്ലെങ്കിൽ ഇജി പഠിച്ച ആളല്ലേ, ഇജി അനക്കറിയില്ലേ, എന്താ അങ്ങനെ പറ്റുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ വേറെ കമന്റ്സ് ഉണ്ടാവും. എന്ത്, ഇജി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇജി ഇതൊക്കെ പഠിച്ച ആളല്ലേ എന്നുണ്ടാവും. ഇതിൽ പോസിറ്റീവ് കമന്റ്സ് കിട്ടിയാൽ കൈവക്കി. അല്ല, പോസിറ്റീവ് ഓർ നെഗറ്റീവ് എനി കമന്റ്സ്. നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങിയ സ്ഥിതിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മഹദിയ ഡിഗ്രി നേടിയെടുത്തതിന് ശേഷം അത്തരം കമന്റുകൾ കിട്ടുന്നവരെന്ന് കൈവക്കി. കിട്ടിയവർ ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മളൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ സ്വയം അതിലേക്ക് മെരുങ്ങും. ഇത്തരം കമന്റ്സുകളൊക്കെ നമ്മളെ ഷെയ്പ്പ് ചെയ്യും. ഞാനൊരുക്ക ഖത്തീബ് ആവാൻ
ഞാൻ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഖത്തീബായിട്ട് ആ വർഷം കയറിയിട്ടുള്ളൂ. അപ്പൊ അന്ന് ആദ്യമായിട്ട് ഞാൻ പെരുന്നാൾ ഖുത്ബ നിർവഹിച്ചു. അങ്ങനെ മിമ്പർമെന്ന് ഇറങ്ങിയാൽ എന്താവും, ആളുകളൊക്കെ എണീറ്റ് വന്ന് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് ആശ്ലേഷിച്ച്, ചിലർ കൈ തരും, ചിലർ ചുറ്റും കൂടി ഇന്ന് സംസാരിക്കും. അപ്പൊ പ്രായഭേദമന്യേ കൂടുതലും കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ആയിരിക്കും, സന്തോഷം പങ്കിടുകയൊക്കെ ചെയ്യും. അപ്പോ ഇങ്ങനെ ചുറ്റും നിന്നിങ്ങനെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോ ഒരു പാവ മനുഷ്യൻ, അയാൾക്ക് ഇന്റെ കൈ എത്രയായിട്ടും കിട്ടുന്നില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു, ഇന്നെങ്ങനെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ മുത്തി. ഞാൻ അങ്ങോട്ട് ബേജാറായി പോയി. കാരണം നമ്മൾ ഇറങ്ങിയ ഉടനെയാണ്, ഒരു എത്ര വയസ്സ്, 24 വയസ്സ്, 25 വയസ്സിന് താഴെയാണ്, 10 വർഷം മുമ്പാ. അപ്പൊ ഞാൻ റബ്ബേ ഇനി എന്താ ചെയ്യാ, മീൻസ് ഞാൻ ഷോക്കായി പോയി. ആളുകൾ നമ്മളെ എങ്ങനെ കാണുന്നത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവണം. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കത് മുമ്പ് മനസ്സിലാവാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. നമ്മൾ മിമ്പർമെന്ന് ഇറങ്ങി, ആളുകൾ വന്ന് കെട്ടിപ്പിടിച്ച് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ്, സ്വാഭാവികമായി എല്ലാ പള്ളിയിലും ഉണ്ടാവണതാ. അപ്പോ ഉസ്താമാരൊക്കെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ കുറെ ആളുകൾ കൈ തന്നു, കൈന്ന് സംസാരിച്ചു, ഈദ് മുബാറക്കൊക്കെ പറഞ്ഞു. അപ്പൊ ഈ വ്യക്തിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവും ചിലപ്പോ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊക്കെ ഇപ്പൊ ഉസ്താദിന്റെ കൈ കിട്ടുമെന്ന് ഇദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും. അല്ലാഹു അലം എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ആളുകൾ അതിനുശേഷം എൻ്റെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. മനുഷ്യന്മാരെ നമ്മൾ എങ്ങനെ കാണും എന്നുള്ള സംഭവം. മുസാലിമ പറയുന്നുണ്ട്, നമ്മൾ നല്ല ആളുകളാണെന്ന് കരുതിയിട്ട് ആളുകൾ നമുക്ക് പൈസ തന്നാൽ, പൈസ തരുന്നത് ദ്വരക്കാനൊക്കെ പറഞ്ഞ് പൈസ തരികയാണ്. അത് തരുന്നത് നമ്മൾ അവരെക്കാൾ നല്ലവരാണ് എന്ന സങ്കല്പത്തിലാണ്. നമ്മൾ ഉള്ളാലെ അങ്ങനെ അല്ലെങ്കിൽ ആ പണം വാങ്ങാൻ പാടില്ല എന്നാര് പറയുന്നുണ്ട്? മുസാലിമ പറയുന്നുണ്ട്. കാരണം ആളുകൾ നമ്മളെ കുറിച്ച് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഹയർ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അയാൾ എന്നെ കുറിച്ച് ഇന്നതാണല്ലോ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക, ഞാനതല്ലല്ലോ എന്നാലോചിച്ചിട്ട് ഞാൻ അത് വാങ്ങാതിരിക്കണം എന്നാണ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പൊ ആളുകൾ നമ്മെ പല വിധേന കാണും. അത് നിങ്ങളെ നടപ്പും ഇരിപ്പൊക്കെ ആളുകൾ നിരീക്ഷിക്കും. നിങ്ങൾ കൂടുതൽ ഇടപെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നിരീക്ഷിക്കും. ഇപ്പൊ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിൽ പണ്ടൊക്കെ കുറ്റം പറഞ്ഞ് വോയിസുകളും മെസ്സേജുകളൊക്കെ അയച്ചിരുന്നു. ഇപ്പൊ നിങ്ങൾ കുറ്റം പറഞ്ഞ് മെസ്സേജുകളൊന്നും അയക്കാറില്ല. അതിന് കാരണം നിങ്ങൾ ദീൻ പഠിച്ചതുകൊണ്ടാണ് എന്ന് ആ ഫാമിലി ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് മനസ്സിലായാൽ അവർ പിന്നെ അവരെ മക്കളെ മഹദിയയിൽ ചേർക്കും, അല്ലേ? ചേർക്കും. അതാണ്, അതിനെയാണ് നമ്മൾ സക്സസ് എന്ന് വിളിക്കുന്നത്. സക്സസ് എന്ന് നമ്മൾ വിളിക്കുന്നതിനാണ്. സമാനമായ സ്വഭാവ മൂല്യങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ പലതും നിങ്ങളിലൂടെ പ്രകടിപ്പിച്ച് കണ്ടാൽ ശേഷം വരുന്ന നിങ്ങൾ അനിയത്തിമാരാണെങ്കിലും കുടുംബത്തിലെ മറ്റ് കസിൻസ് ആണെങ്കിലൊക്കെ അവരെയും മഹദിയയിൽ ചേർക്കാൻ, അവരെ മക്കളെയും മഹദിയയിൽ ചേർക്കാൻ, അല്ലെങ്കിൽ സമാനമായ കോഴ്സുകളിൽ ചേർക്കാൻ അവർ ആലോചിക്കും. കാരണം ഇതുകൊണ്ട് കാര്യമുണ്ട് എന്ന് അവർക്ക് തോന്നും. ഇനി അങ്ങനെ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇത്രയും പഠിച്ച ആളുകൾ എന്ന നിലക്ക് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന സമൂഹം, ആ സമൂഹത്തിൽ പല ടൈപ്പ് ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇതുകൊണ്ട് ഞാൻ കാണുന്ന വലിയൊരു നേട്ടം, ദ്വയർക്ക് കൊണ്ടിട്ടോ എന്ന് വിളിച്ചു പറയാൻ പെണ്ണുങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മനസ്സിലായില്ല? നമ്മൾ വല്യമാരൊക്കെ പള്ളിയിലെ ഉസ്താമാരുടെ ദ്വയർക്ക് കൊണ്ടിട്ടോ എന്ന് പറഞ്ഞ ആളെ വിടും, അല്ലെ? പള്ളിയിലെ ഉസ്താദിന് എന്തെങ്കിലും ഹദിയ കൊടുക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ, നിങ്ങളെ മഹല്ലത്തിൽ, നിങ്ങളെ ഗ്രാമത്തിൽ, നിങ്ങൾ ജീവിക്കുന്ന പരിസരത്ത് എന്തെങ്കിലും ഒരു അത്യാവശ്യം, അല്ലെങ്കിൽ ഉംറക്കോ മറ്റോ പോവാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വെല്ലുവിളി ജീവിതത്തിൽ ഉണ്ടായാൽ വിളിച്ചിട്ട്, പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഇത് ദ്വയർക്കണട്ടോ, അങ്ങനെ അനുഭവം ഉള്ളവരുണ്ടോ? മഹദി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് എന്ന് വിലയിരുത്തുന്നവരുണ്ടോ? എന്ന് കൈബുക്കോ? കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എണ്ണം കൂട്ടണേ. നമുക്ക് നമ്മുടെ ഇടപെടലിനനുസരിച്ചാണ് അത് ഉണ്ടാവുക. ഈ ഇടപെടലിനെ, ഈ ആളുകളുടെ ഇമോഷണൽ ഡിപ്പെൻഡൻസി, ആളുകൾക്ക് വൈകാരികമായിട്ട്
സമീപിക്കാൻ കഴിയുന്ന, വൈകാരികമായിട്ട് ആശ്രയിക്കാൻ കഴിയുന്ന ആളുകളായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഒരു സ്ത്രീ എംപവേർഡ് ആവുക എന്ന് പറഞ്ഞാൽ സ്ത്രീ വിമാനം പറത്തുക എന്നാണോ? നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയണോ? ഒരു സ്ത്രീ എംപവേർഡ് ആവുക പറഞ്ഞാൽ സ്ത്രീ ബുള്ളറ്റ് ഓടിക്കുക എന്നാണോ? സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് പറയണത്. പക്ഷെ അനാവശ്യ കാര്യത്തിന് ദേഷ്യം വരുന്നവളും, അല്ലെങ്കിൽ സത്യസന്ധത പാലിക്കാത്തവളും, ഹറാമായ വഴിയിൽ സമ്പാദിക്കുന്നവളും, സ്വന്തം ശരീരം എക്സ്പോസ് ചെയ്യുന്നവളൊക്കെയാണ് അവള് എന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും സക്സസ്ഫുൾ ആവൂല. ഈ ബുള്ളറ്റ് അല്ലെ വിമാനം ഓടിച്ചാലും സക്സസിന്റെ മാനദണ്ഡം എന്തല്ല, വിമാനം ഓടിക്കലോ ബുള്ളറ്റ് ഓടിക്കലോ അല്ല. മനസ്സിലായോ? വിമാനം ഓടിക്കണത് മോശമാണെന്നോ ബുള്ളറ്റ് ഓടിക്കണത് മോശമാണെന്നോ അല്ല. നിങ്ങൾ ആങ്ങന്മാർക്ക് ബുള്ളറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഓടിച്ച് പഠിച്ചോളി, നല്ലതാണ്. അത്യാവശ്യം കടയിൽ പോകാൻ ആരുമില്ല, നിങ്ങൾക്ക് എടുത്ത് പോയിക്കൂടെ? ആങ്ങളൻ എങ്ങനെ വിളിച്ചാൽ കാത്തുക്കണം വേണ്ടല്ലോ, നിങ്ങൾക്ക് പോവാലോ, നല്ലതാണ്. പക്ഷെ വിജയത്തിന്റെ മാനദണ്ഡം അത് ആണായാലും ശരി പെണ്ണായാലും ശരി അത് വേറെയാണ്. സക്സസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വേറെയാണ്. ദൗർഭാഗ്യവശാൽ ഇന്ന് ജീവിത വിജയം എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് വളരെ മോശം കാഴ്ചപ്പാടും വീക്ഷണവുമാണ് സോഷ്യൽ മീഡിയയിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാശ് ഉണ്ടാക്കുക, ചുമ്മാ പൈസ ഉണ്ടാക്കുക. അപ്പൊ യൂട്യൂബിൽ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്നൊരു പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും. അപ്പോ കുറച്ചും കൂടെ എക്സ്ക്ലൂസീവായ പ്രൈവറ്റായ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സബ്സ്ക്രൈബ് ചെയ്യാം. ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇടും. സമാനമായ കണ്ടന്റ് ഇനിയും കാണണമെന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ ആളുകൾ മുഴുവൻ മാസത്തില് 300 ഒക്കെ കൊടുത്തിട്ട് കേറിയിട്ട് ഇവര് വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാത്ത പെണ്ണുങ്ങൾ ഒരു മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുക. അതിനെ സക്സസ് ആയി കാണുന്ന ആൾക്കാരുണ്ട്. അവരുടെ പ്രൈവറ്റായ കാര്യങ്ങളൊക്കെ അവരെ എക്സ്പോസ് ചെയ്തുകൊണ്ട് യൂട്യൂബിലിടെ. എല്ലാവർക്കും പബ്ലിക്കായി കാണാൻ കഴിയില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് കാശാക്കുക, അവനവനെ തന്നെ വിറ്റ് കാശാക്കുക, അങ്ങനെയുള്ള പരിപാടികൾ. അപ്പൊ കാശ് ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതാണോ വിജയത്തിന്റെ അടിസ്ഥാനം? അത് വിജയത്തിന്റെ അടിസ്ഥാനമാണ് എന്ന ആശയത്തിന് പുറത്താണ് നമ്മളെ മക്കളെ വളർത്തുന്നത് എന്നുണ്ടെങ്കിൽ മക്കൾ കൈവിട്ടു പോകും. മക്കൾ നമ്മളെ തന്നെ ഉപേക്ഷിക്കും. കാരണം അവരുടെ ലക്ഷ്യം ആത്യന്തികമായ മൂല്യങ്ങളൊന്നുമല്ല, മറിച്ച് എന്താണ്? അവരുടെ ലാഭം, അവരുടെ കാര്യം എന്നുള്ളതാവും. അപ്പോ നമ്മൾ ജീവിതത്തെ വ്യത്യസ്തമായി മനസ്സിലാക്കുന്നവരാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളെയും, നമ്മൾ മനുഷ്യരെയും മറ്റ് ആശയങ്ങളെയും ഒക്കെ എല്ലാവരും കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായി കാണുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ മുസ്ലിമീങ്ങളാവുന്നത്. മുസ്ലിമീങ്ങൾക്ക് അവരുടേതായ ഒരു ലോകവീക്ഷണമുണ്ട്. എല്ലാ വിഷയത്തിലുണ്ട്. അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ എല്ലാ വിഷയത്തിലും നമുക്ക് നമ്മുടേതായ ഒരു ഡെഫിനിഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോ അറിവ് നേടി എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമുക്ക് ഓരോ വാക്കിനും വ്യത്യസ്ത നോളജ് സിസ്റ്റത്തിൽ വ്യത്യസ്ത അർത്ഥങ്ങളാണ് ഉള്ളത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. നോളജ് മാത്രം ഉണ്ടായാൽ പോരാ, ഓരോ നോളജ് സിസ്റ്റത്തിലും ഓരോ വാക്കിനും വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വിശദീകരിക്കാം. അതായത് ഇപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? സെക്യുലർ നോളജ് സിസ്റ്റത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിണമിച്ചുണ്ടായ ജീവി എന്നല്ലേ? പരിണമിച്ചുണ്ടായ ജീവി. മനുഷ്യനും കുരങ്ങനും ഒരു പൊതു പൂർവികനെ പങ്കിടുന്നു എന്നാണ് സെക്യുലർ ലിബറൽ സ്പേസിലൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ. ഭൂമിയിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, പ്രതിനിധിയാണ്. ആര്? മനുഷ്യൻ. അപ്പൊ മനുഷ്യനൊരു നിലവിലേക്കുണ്ട്. ക്രിസ്ത്യൻ വിശ്വാസത്തിൽ മനുഷ്യൻ ജന്മനാ പാപം ചെയ്ത ആളാണ്. ജനിക്കുന്നത് തന്നെ പാപിയായിട്ടാണ്. ഇസ്ലാമിലാണെങ്കിലോ മനുഷ്യൻ ജനിക്കുന്നത് പാപിയായിട്ടല്ല. ഇന്നമാ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതവുമായിട്ടാണ് ജനിക്കുന്നത്. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കേവലം പരിണമിച്ചുണ്ടായൊരു ജീവി അല്ല.
പട്ടിയെയും പൂച്ചയെയും പോലെ അല്പം ബുദ്ധിയുള്ളൊരു ജീവി. പട്ടിയെയും പൂച്ചയെയും ചിമ്പാൻസിയെയും ഒറാങ്ങുട്ടാനെയും പോലെ അല്പം ബുദ്ധി അധികമുള്ളൊരു ജീവി. ഇനി അവൻ മാറി കൂടുതൽ ബുദ്ധിയുള്ളൊരു ജീവി വരാം. ഇതാണ് സെക്കുലർ കാഴ്ചപ്പാടിൽ പരിണാമ യുക്തി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മനുഷ്യനെ കുറിച്ചുള്ള ഡെഫിനിഷൻ. പക്ഷെ നമ്മൾ മനുഷ്യനെ കാണുന്നത് അങ്ങനെയല്ല. അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ടാണ്. ആണായാലും ശരി പെണ്ണായാലും ശരി. ഭൂമിയിൽ അള്ളാഹു എന്തോ വിശ്വസിച്ചേൽപ്പിച്ച് പറഞ്ഞയക്കപ്പെട്ട ഒരു കേവലം ജന്തുവല്ല, ഒരു ഉത്തരവാദിത്തമുള്ള ജന്തുവായിട്ടാണ് നമ്മൾ മനുഷ്യരെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കാൻ പറ്റും. ഇനിയിപ്പോ പ്രകൃതി, ഇപ്പൊ മരം, ഒരു മരം നമ്മൾ കാണുന്നതും മറ്റു ലോകവീക്ഷണത്തിലുള്ള ആളുകൾ കാണുന്നതും വ്യത്യാസമുണ്ട്. എന്താ മരം എന്ന് പറഞ്ഞ എന്താ? അത് വിത്തിൽ നിന്നും മുളച്ച് പൊങ്ങി ഉണ്ടാവുന്ന ഒരു സംഭവം മാത്രമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരം എന്തും കൂടിയാണ്. ആയത്തുമിൻ ആയാത്തില്ലാഹി അല്ലേ? അല്ലെ? നിങ്ങൾ കടിച്ച് ഈമ്പി എത്ര മാങ്ങ ഈ വർഷക്കാലത്ത് വലിച്ചെറിഞ്ഞുണ്ടാവും. അടുക്കള മുറ്റത്ത് ഇങ്ങനെ പോയി വെക്കാൽ അതിങ്ങനെ അമ പൊട്ടി നിൽക്കുന്നുണ്ടാവും, മുള പൊട്ടി നിൽക്കുന്നുണ്ടാവും. തെങ്ങിന്റെ ചോട്ടിലൂടെ, നിങ്ങൾ അടുക്കളന്റെ വേസ്റ്റ് പോകുന്ന സ്ഥലത്ത്, സിങ്കിൽ നിന്നുള്ള വെള്ളം പോകുന്ന സ്ഥലത്ത് കൂടെ, അല്ലെങ്കിൽ മുറ്റത്ത് ചെടികൾ ഇട്ട സ്ഥലത്ത്, അവിടെയൊക്കെ കുട്ടികൾ എറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളും എറിഞ്ഞിട്ടുണ്ടാവും, ഞാനും എറിഞ്ഞിട്ടുണ്ടാവും, ഒക്കെ മാങ്ങ കടിച്ച് എറിഞ്ഞിട്ടുണ്ടാവും. അവിടെയൊക്കെ സാധനം പൊട്ടി മുളച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മ 2 ഇല ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് വളർന്ന് വലുതായി എത്ര പോകുന്ന വൃക്ഷമായി മാറും. ഇതിന്മേ എത്ര പൂക്കൾ ഉണ്ടാകും, അതിലേതെല്ലാം പൂക്കൾ കൊഴിഞ്ഞു പോവും, ഏതെല്ലാം മാങ്ങയായിട്ട് തുടുത്ത് വരും, എത്ര ചില്ലകൾ ആ മരത്തിനുണ്ടാകും, എത്ര കൊമ്പുണ്ടാവും, ഓരോ കൊമ്പിലും എത്ര ചില്ലയുണ്ടാവും. ഇങ്ങനെ വരുന്ന കംപ്ലീറ്റ് ഡാറ്റ ആ വിത്തിന്റെ ഉള്ളിൽ സന്നിവേശിപ്പിച്ചവൻ അള്ളാഹു അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മരം എന്നുള്ള സാധനത്തെ നമ്മൾ കാണുമ്പോൾ അത് കേവലം മരമല്ല, മരം മാത്രമല്ല, പ്രകൃതി ഒട്ടാകെ അള്ളാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ട ഒരു ആയത്താണ് എന്നുകൂടിയാണ് ഒരു മുസ്ലിം മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു മുസ്ലിം പ്രകൃതിക്ക് നൽകുന്ന അർത്ഥം വളരെ വ്യത്യസ്തമാണ്. ബാക്കിയുള്ളവര് മരത്തെ കാണുന്ന പോലെയാണ് നമ്മൾ മരത്തെ കാണുന്നത് അല്ല. ബാക്കിയുള്ളവർ സൂര്യനെ കാണുന്ന പോലെയല്ല നമ്മൾ സൂര്യനെ കാണുന്നത്. ബാക്കിയുള്ളവർ ഭൂമിയെ മനസ്സിലാക്കുന്നത് പോലെയല്ല നമ്മൾ ഭൂമിയെ മനസ്സിലാക്കുന്നത്. പ്രകൃതിയെ ആധുനിക ശാസ്ത്രം മനസ്സിലാക്കിയത് എങ്ങനെയാണ്? മനുഷ്യന് പരമാവധി ഉപയോഗിച്ച് സുഖിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ്, അല്ലേ? മനുഷ്യന് പരമാവധി ഊറ്റിയെടുത്ത് ഉപയോഗിച്ച് സുഖിക്കാനുള്ള ഒരു സംഭവം അതാണ്. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ പറയുന്നത് ഒഴുകുന്ന നദിയിൽ നിന്ന് ഒതുക്കുക എന്നുണ്ടെങ്കിലും മിതമായ വെള്ളമേ ഉപയോഗിക്കാവുന്നതാണ്, അല്ലേ? അപ്പൊ പ്രകൃതിയെ നമ്മൾ കാണുന്ന വ്യത്യസ്തമാണ്. പ്രകൃതി, മനുഷ്യൻ, പണം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിൽ പണം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു തന്നതാണ്. അള്ളാഹു തന്നൊരു കാര്യമാണ് പണം. അത് അള്ളാഹുലേക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. എങ്ങനെ അള്ളാഹുലേക്ക് തിരിച്ചു കൊടുക്കൽ? സ്വതക്ക കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. പൂർണ്ണമായിട്ടും പണം നമ്മുടേതല്ല എന്നാണ് മുസ്ലിം വിശ്വസിക്കുന്നത്. 2% എപ്പോഴും പാവപ്പെട്ടവന് അവകാശപ്പെട്ടതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ പണം അത് സമ്പാദിക്കാൻ വേണ്ടി എന്തും ചെയ്യാം എന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. പണസമ്പാദനമാണ് പ്രധാനം, അതില്ലെങ്കിൽ എന്ത് ജീവിതം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ പണം എന്നുള്ള വാക്ക്, പ്രകൃതി എന്നുള്ള വാക്ക്, മനുഷ്യൻ എന്നുള്ള വാക്ക്, ഈ വാക്കുകൾക്കെല്ലാം, ഈ സങ്കല്പങ്ങൾക്കെല്ലാം ഓരോ നോളജ് സിസ്റ്റത്തിലും വ്യത്യസ്തമായ അർത്ഥങ്ങളാണുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ഏത് നോളജ് സിസ്റ്റത്തെ പ്രതിനിധീകരിക്കുന്നു? ടു വിച്ച് നോളജ് സിസ്റ്റം ഡു വി ബിലോങ് ടു? അതാണ്. അത് മനസ്സിലാക്കുന്നതോട് കൂടി നമ്മളൊരു റിയൽ മുസ്ലിമായി തീരുന്നു. ഈ ഒരു ഫോക്കൽ പോയിന്റ് വെച്ച്, അല്ലെങ്കിൽ ഈ ഒരു വാൻറ്റേജ് പോയിന്റ് വെച്ച് നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പം തോന്നും. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ജർമ്മനിയിലൊരു സ്കോളർഷിപ്പ് കിട്ടിയെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ UK സ്കോളർഷിപ്പ് കിട്ടിയെന്ന് സങ്കല്പിക്കുക. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, അങ്ങനെ നിങ്ങൾ പോകാൻ തയ്യാറായി നിന്നു. അപ്പോഴാണ് പടച്ചോൻ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ രോഗങ്ങളിൽ നിന്നൊക്കെ. നിങ്ങൾ ഉപ്പാക്കൊരസുഖം അല്ലെങ്കിൽ ഉമ്മാക്കൊരസുഖം. അപ്പൊ നിങ്ങൾ ഉമ്മാന്റെയോ ഉപ്പാന്റെയോ ചെറിയ മോളാണ്. നിങ്ങളോട് പറഞ്ഞു, മോളെ ഇപ്പൊ പോവല്ലേ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? കൂടെ നിന്നു.
ഉമ്മാന്റെ അസുഖം മാറോളം കൂടെ വന്നു, അല്ലെങ്കിൽ വയസ്സായ ഉമ്മയാണ്, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു ഉമ്മയാണ്, അവസാനമായിട്ടുള്ള രോഗം വന്നിരിക്കുക. നിങ്ങൾ യു കെയിലൊക്കെ മറ്റൊക്കെ പോയാൽ ചിലപ്പോൾ മരണമൊക്കെ സംഭവിക്കാം, തിരിച്ചു വരാൻ കഴിയണമെന്നില്ല. അപ്പൊ ഉമ്മ പറയണം നിങ്ങൾ പോവരുത്. പക്ഷെ ഇപ്പോ ഈ വർഷം ആ സ്കോളർഷിപ്പ് കിട്ടും, അടുത്ത വർഷം മുതൽ ആ സ്കോളർഷിപ്പ് കിട്ടൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. ഇപ്പൊ കിട്ടിയ സെലക്ഷനിൽ ഇപ്പൊ പോണം, ഇപ്പൊ പോയില്ല ഇനി കിട്ടൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് പോകാം, എന്റെ സ്കോളർഷിപ്പ്, എന്റെ ലൈഫ്, ഉമ്മാന്റെ ലൈഫ് തീർന്നല്ലോ, എന്റെ ലൈഫ് വലുത് എന്ന് കരുതി നിങ്ങൾക്ക് പോവാം, പ്രശ്നമൊന്നുമില്ല, ആരും ഒന്നും പറയുന്നില്ല. അപ്പൊ ഒരു സെക്കുലർ കാഴ്ചപ്പാടിൽ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആണ്. നിങ്ങൾ അവിടെ പോകുന്നു, ജോലി ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു, നാട്ടിലേക്ക് അയക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ അതേസമയം നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും വികാരത്തിന്റെ കൂടെ നിൽക്കുകയും അങ്ങനെ ഡയാലിസിസിന് കൊണ്ടുപോകുന്നു, നിങ്ങൾ കൂടെ പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോഴൊക്കെ നിങ്ങൾ കൊണ്ടുപോകുന്നു, നിങ്ങൾ ഇടക്ക് പോയി തല തടവി കൊടുക്കുന്നു, കാല് തടവി കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഉമ്മ മരണപ്പെടുന്നു അല്ലെങ്കിൽ ഉപ്പ മരണപ്പെടുന്നു. പക്ഷെ നിങ്ങൾ ഒന്നും നേടിയിട്ടില്ല, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഇല്ല, ഭൗതികമായിട്ടൊന്നും നിങ്ങൾ നേടിയിട്ടില്ല. നിങ്ങൾ സക്സസ്ഫുൾ ആണോ? അല്ലേ? നിങ്ങൾ ഒരു വീക്ഷണത്തിൽ സക്സസ്ഫുൾ ആണ്, ഇസ്ലാമിന്റെ ലോകവീക്ഷണത്തിൽ നിങ്ങൾ സക്സസ്ഫുൾ ആണ്. മറ്റേ ലോകവീക്ഷണത്തിലോ നിങ്ങൾ നല്ലൊരു സുവർണാവസരം കളഞ്ഞു കുളിച്ചവളാണ്, അല്ലേ? അപ്പൊ ഓരോ സങ്കല്പത്തിനും ഓരോ ലോകവീക്ഷണത്തിലും വ്യത്യസ്തമായ അർത്ഥങ്ങളാണുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ജീവിതത്തിൽ. അങ്ങനെയാണെങ്കിലേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളും മറ്റുള്ളവരെന്താ വ്യത്യാസം? നമ്മളത് സൂപ്പറാന്ന് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇനിയിപ്പോ ഹാപ്പിനെസ്സിനെ കുറിച്ച് പറയാം. ഹാപ്പിനെസ് എന്നുള്ള വാക്ക് അതിന് പല ആളുകളും പല അർത്ഥമാണ് കൊടുക്കുന്നത്. നിങ്ങളിപ്പോ ബസ്സിൽ പോവാണ്, നിങ്ങൾ എന്തോ ഒരു കാണാനോ വായിക്കാനൊക്കെ വേണ്ടി മൊബൈലിൽ ഒരു സംഭവം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളിങ്ങനെ എടുക്കാൻ നിൽക്കുകയാണ്, ഹെഡ്സെറ്റൊക്കെ വെച്ച് ഇങ്ങനെ കാണാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരമ്മയും കുഞ്ഞും കയറി വരുന്നത്, അല്ലെങ്കിൽ ഒരു വൃദ്ധ കയറി വരുന്നത്. അപ്പൊ നിങ്ങളിങ്ങനെ എൻ്റെ അടുത്തേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു, ഇപ്പം എണീക്കേണ്ടി വരും എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വന്നു, നിങ്ങൾ എണീറ്റ് കൊടുത്തു. 1.5 മണിക്കൂർ നിങ്ങൾ ബസ്സിൽ പിടിച്ചു നിൽക്കേണ്ടി വന്നു. നിങ്ങളെ സീറ്റിൽ അവരിരുന്നു, അവരെണീറ്റ് പോയി. നിങ്ങൾക്ക് അപ്പോൾ ഒരു പ്രയാസമൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഞാൻ അങ്ങനെ ഒരു ഉപകാരം ചെയ്തല്ലോ എന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടാവും ഉള്ളിൽ, അല്ലേ? നേരെ മറിച്ച് ഈ കയറി വരുന്ന വൃദ്ധനെയോ വൃദ്ധയെയോ മൈൻഡ് ചെയ്യാതെ ആ ബസ്സിൽ അങ്ങനെ ഇരുന്ന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വിട്ടുകൊടുത്താൽ ആ സന്തോഷം തീരും. പിന്നെ അത് കരുതി നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ് ഹാപ്പിനെസ്? അപ്പോൾ കിട്ടുന്നതാണോ അതോ പിന്നീട് ലഭ്യമാകുന്ന ആത്മസംതൃപ്തിയാണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുകയും അതിലൂടെ പിന്നീട് ലഭ്യമാവുന്ന ആത്മസംതൃപ്തിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സന്തോഷം എന്ന് പറയുന്നത്. എല്ലാതും അങ്ങനല്ലേ? ഇപ്പൊ നിങ്ങളെ അനിയത്തിമാര്, സ്കൂളിൽ പഠിക്കുന്നവര്, സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളെ അനിയത്തിക്ക് +2 അല്ലെങ്കിൽ SSLC പ്രായത്തിൽ ഒരു അഫയർ ഉണ്ടായെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂല, വാപ്പിയമ്മയും സപ്പോർട്ട് ചെയ്യൂല, രക്ഷിതാക്കളെ സപ്പോർട്ട് ചെയ്യൂല. പക്ഷെ ആര് സപ്പോർട്ട് ചെയ്യും? ഓളെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യും, അല്ലേ? ഓളെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യും. ഞാൻ കുട്ടികളോടൊക്കെ പറയുന്ന ഒരു എക്സാമ്പിളാ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോ ഫുൾ A+ കിട്ടിയാൽ വാപ്പ ഒരു iPhone ഓഫർ ചെയ്തിരുന്നു. അങ്ങനെ ഓള് നേരത്തെ എണീക്കും, പഠിക്കും, അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കും. അങ്ങനെ പോകുന്ന സമയത്താണ് ഈ അഫയർ ഉണ്ടാവുന്നത്. അപ്പൊ രക്ഷിതാക്കളോ അധ്യാപകരോ ഒക്കെ അതിൽ ഇടപെട്ടാൽ അതിനെക്കുറിച്ച് അവർ പറയും ടോക്സിക് പാരന്റിങ് ആണെന്ന് പറയും. അതൊക്കെ കുട്ടികളുടെ അവകാശമാണ്, അതിലൊന്നും അങ്ങനെ ഇടപെടാൻ പാടില്ല, അതൊക്കെ അവരുടെ സന്തോഷമാണ്, അവരുടെ ഹാപ്പിനെസ് ആണ്, അവരുടെ ഫ്രീഡം ആണ് എന്നൊക്കെ പറയും. അങ്ങനെയാണ് പറയാ. നമുക്ക് ഇടപെടാൻ പറ്റൂല. നമ്മുടെ നാടുകളിൽ പുരോഗമനവാദം എന്നറിയപ്പെടുന്നത് അതിനാണ്. അപ്പൊ നമ്മൾ ഇടപെടൂല.
നല്ല ആത്മാർത്ഥതയോടെയാണെങ്കിൽ നമ്മൾ ഇടപെടും. അങ്ങനെ ഈ കുട്ടിക്ക് ഐഫോൺ ഓഫറൊക്കെ കിട്ടി. കുട്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഓഫർ വരുന്നത്. കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അഫെയറിലായിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ സമയത്ത് അതിന്റെ ലഹരിയിലായിരിക്കും. അങ്ങനെ കുറച്ചു കാലം പോവും. ചിലപ്പോ അങ്ങനെ എക്സാം വരാനായി. അപ്പൊ ചിലപ്പോൾ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ അതിന്റെ പ്രശ്നമാവും. ചിലപ്പോൾ ഉറക്കം വരൂല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൂല. അങ്ങനെ എക്സാം വന്നു. എക്സാം വരുമ്പോൾ എന്ത് സംഭവിക്കും? മാർക്ക് മുഴുവനായിട്ട് നേടാൻ കഴിയില്ല. ഈ കുട്ടിക്ക് ഐഫോൺ നഷ്ടപ്പെടും. നേരെ മറിച്ച് മറ്റൊരു കുട്ടി, അവള് ചെയ്തത്, അവൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടായിരുന്നു. അവൾക്ക് അവളുടേതെന്ന് പറയാൻ, ചൂണ്ടിക്കാണിക്കാൻ ഒരാൺതുണയെ കൂട്ടുകാരികൾക്കിടയിൽ ആളാവാൻ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അവള് വേണ്ടെന്ന് വെച്ചു. അവളുടെ ഹാപ്പിനെസ് അത് തന്നെ ആയിരുന്നു. പക്ഷെ അവള് വേണ്ടെന്ന് വെച്ചു. കഷ്ടപ്പെട്ട് പഠിച്ചു, സ്റ്റഡീസ് മാത്രം ഫോക്കസ് ചെയ്തു, എക്സാം നന്നായിട്ട് പെർഫോം ചെയ്തു, ഐഫോൺ കിട്ടി. അപ്പൊ ഇവൾ വേണ്ട എന്ന് വെക്കുമ്പോ ഇവൾ അനുഭവിക്കുന്ന ഒരു പെയിൻ, ഒരു വേദനയുണ്ട്. ഈ വേദന ഓവർകം ചെയ്ത് അവൾ നേടുന്ന ഐഫോൺ, അത് അവളുടെ ഉള്ളിൽ വലിയൊരു ആത്മസംതൃപ്തി ഉണ്ടാക്കും, അല്ലെ? ഒരു സംഭവം നേടിയെടുത്തു എന്നുള്ളൊരു സുഖം ഉണ്ടാക്കും. നേരെ മറിച്ച് ഈ അഫെയറിലായിക്കൊണ്ടിരിക്കുന്ന സംഭവത്തിൽ എന്താ സംഭവിക്കുക? ഇത് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ ഉണ്ടായിരുന്ന ആ ഹാപ്പിനെസ് അപ്പൊ മാത്രം നിലനിൽക്കുകയും പിന്നെ ഇതില്ലാതായി പോവുകയും ചെയ്തു. ഇതിൽ ഏത് ഹാപ്പിനെസ് ആണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ലോകവീക്ഷണത്തിലുള്ള ആളുകൾ, സെക്യുലർ ലിബറൽ സ്ട്രീമിലുള്ള ആളുകൾ പറയും അപ്പപ്പോൾ കിട്ടുന്ന രസങ്ങൾ, അപ്പപ്പോൾ കിട്ടുന്ന സുഖങ്ങൾ എന്നാണ്. അപ്പപ്പോൾ കിട്ടുന്ന സുഖങ്ങളുടെ ഒരു പ്രശ്നം, അത് പെട്ടെന്ന് ഇല്ലാതായി പോകും, ഒരു പ്രൊഡക്റ്റും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി മന്തി കഴിച്ചു. ഇന്ന് ഉച്ചക്ക് ഇവിടെ എന്താ ഉണ്ടെന്ന് അറിയില്ല. മിനിയാന്ന് ബിരിയാണി കഴിച്ചു. അതിന്റെ തലേന്ന് 2 നേരം ബീഫ് കഴിച്ചു. ഇത് ബീഫും ചിക്കനും മന്തി ബിരിയാണി ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പണ്ടൊക്കെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു, നമുക്കിപ്പോ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളുടെ ഒരു പ്രത്യേകത. വൺസ് ഇറ്റ് ഗെറ്റ്സ് നോർമൽ, വി ആർ നോ ലോങ്കർ ഏബിൾ ടു എൻജോയ്. അതാണ് അവസ്ഥ. ഫുഡ് ആവട്ടെ, മൊബൈൽ ഫോൺ ആവട്ടെ, വാഹനമാവട്ടെ, എന്തുമാവട്ടെ, നോർമലായി കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് പഴയതുപോലെ എൻജോയ് ചെയ്യാൻ കഴിയില്ല. കിട്ടണം എന്ന് ദാഹം ഉണ്ടാവുമ്പോഴേ മനുഷ്യന്മാർക്ക് കിട്ടുന്നത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? കിട്ടണം എന്ന് ആഗ്രഹിച്ചത് രാവിലെയും കിട്ടി, ഉച്ചക്കും കിട്ടി, രാത്രിയും കിട്ടി, അതിന്റെ മുമ്പ് വൈകിട്ടും കിട്ടി. അങ്ങനെ കിട്ടി റെഡി ആവുമ്പോ പിന്നെന്താവില്ല, അത് എൻജോയ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഗെറ്റ്സ് നോർമൽ. കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ പിന്നെ എൻജോയ് ചെയ്യാനുള്ള മാർഗം എന്താണ്? ലൈഫ് എൻജോയ്, ഞാൻ ഇത് പറയണത് എന്തിനാന്നറിയോ? ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്. ലൈഫ് ഇങ്ങനെ കഷ്ടപ്പെട്ട് മറ്റെന്തോ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ളതല്ല. ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നും വേണ്ട, അടിച്ച് പൊളിച്ചാൽ മതി എന്ന് പറയുന്നവരുടെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ ഈ ബിരിയാണി മന്തിയൊക്കെ ഇപ്പൊ റിലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ പെരുന്നാൾ സീസണൊക്കെ ആണല്ലോ. ഇപ്പൊ ബീഫ് നിങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു. ഈ ഒരു വീക്കില് ബീഫ് നല്ല ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിലും തുടർച്ചയായി കിട്ടുമ്പോ അത് മടുക്കും. അപ്പൊ ഈ മടുപ്പ് നോർമലാവുക എന്നുള്ളത് ലൗകിക സുഖങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങളെ വീട്ടിൽ ആദ്യമായിട്ട് AC ഫിറ്റ് ചെയ്യുമ്പോ രാത്രികളിൽ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. വർഷങ്ങളായി വീട്ടിൽ AC ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ നോർമലായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയാണ് എല്ലാ കാര്യവും. അപ്പൊ ലൗകികമായ സുഖങ്ങളുടെ ഒരു പ്രത്യേകത, അത് നോർമലായി കഴിഞ്ഞാൽ പിന്നെ എൻജോയ് ചെയ്യാൻ കഴിയില്ല. പിന്നെ എൻജോയ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വേണ്ടെന്ന് വെക്കണം. ചില സാഹചര്യങ്ങളിൽ വേണ്ടെന്ന് വെക്കണം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇത്ര മതി എന്ന് തീരുമാനിക്കാനുള്ള കരുത്തുണ്ടാവണം. അതിനാണ് നമ്മൾ കനായത്ത് എന്ന് പറയാം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷി എന്ന് പറയാം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷി ഇല്ലാത്തവർ ദരിദ്രരാണ്. അവർക്ക് എത്ര സമ്പന്നരാണെങ്കിലും അവർ ദരിദ്രരാണ്. മാനസികമായി അവർ ദരിദ്രരാണ്. കാരണം അവരുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അവരുടെ മുകളിലേക്കാണ് നോക്കുക.
കാരണം അവരനുഭവിച്ച് അവർക്ക് നോർമലായിട്ടുണ്ട്, അവരതിന്റെ മുകളിലേക്കാണ് നോക്കുക. അപ്പൊ എപ്പോഴും അവർ മുകളിലുള്ളത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അവരുടെ താഴെയുള്ള ആൾക്ക് തോന്നുന്നത് ഇവള് വളരെ ഉഷാറാണ്, ഇവള് നല്ല തെറ്റാണ് എന്ന് താഴെയുള്ള ആൾക്ക് തോന്നും. പക്ഷെ മുകളിലുള്ള ആള് അതിനും മുകളിലുള്ള ആളെ നോക്കിയിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ നിലവിൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് ട്രിപ്പൊക്കെ പോകുമ്പോൾ, യാത്ര പോകുമ്പോൾ, അതിന് ഫാമിലി ട്രിപ്പാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ട്രിപ്പാണെന്നുണ്ടെങ്കിലും, ട്രിപ്പ് പോയി എന്ന് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ സ്റ്റോറിയോ സ്റ്റാറ്റസ് ഒക്കെ ഇടണ്ടേ? അല്ലെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നൂല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പുതിയ തലമുറകളുടെ രീതികൾ മാറിയിട്ടുണ്ട്. അപ്പൊ എവിടെയും ഒന്നും പോസ്റ്റ് ചെയ്യാതെ, എവിടെയും ഒന്നും സ്റ്റോറി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഞാൻ ആ യാത്ര പോയിട്ടില്ല എന്ന് തോന്നുന്ന പോലുള്ള അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലായിടത്തേക്കും എക്സ്പോസ് ചെയ്തുകൊണ്ട് നമ്മുടെ സന്തോഷത്തിന്റെ വഴികൾ കണ്ടെത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം: ഒന്ന്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷിയില്ല. അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുകയാണ്, വോയിസ് ഓരോരുത്തരുടെ സ്റ്റോറിയൊക്കെ കാണും. ഓ, ഇവരൊക്കെ എന്ത് ഹാപ്പിയാണല്ലേ അല്ലെ? നിങ്ങളെ ഹസ്ബൻഡ്സിന് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾ വിവാഹം കഴിച്ചവരാണെങ്കിൽ, ഇതാ ഇവർ ഈ പെരുന്നാൾക്ക് ഇവർ ഇവിടെയാണ് പോയത്, കഴിഞ്ഞ പെരുന്നാൾക്ക് ഇവർ മറ്റോടത്ത് പോയിട്ടുള്ള ഒരു റീൽ ഉണ്ടായിരുന്നു, അതിന്റെ മുമ്പത്തെ പെരുന്നാൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇവർ ഈ ഡ്രസ്സൊക്കെ എവിടുന്ന് എടുക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ എപ്പോഴും കാണുക. കാരണം എന്താണ്? നിങ്ങൾക്ക് സ്റ്റോറി സ്റ്റാറ്റസ് നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരുപാട് വലിയ അനുഗ്രഹത്തിലായിരിക്കും ജീവിക്കുന്നത്, അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. അതാണ് അവസ്ഥ. അപ്പൊ ദുനിയാവിൽ എന്ത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിലും അതെങ്ങനെയാ പറ്റൂ? ഒരു പരിധി വരെ വേണ്ട എന്ന് വെച്ചാലേ പിന്നീട് അത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ഉമ്പാച്ചിനെ കേട്ടിട്ടുണ്ടോ? റഫീഖ് ഉമ്പാച്ചി കേട്ടണോ? ആരും കേട്ടില്ല? കുറച്ചു കാലം ദാറുദീലൊക്കെ പഠിച്ച് ഇപ്പൊ മലയാളത്തിലെ ഒരു സാഹിത്യ രംഗത്തൊക്കെ കുറച്ചൊക്കെ സജീവമായിട്ടുള്ള ഒരാളാണ്. മൂപ്പരൊക്കെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. എൻ്റെ മൂപ്പരെ മോളെ പേര് ആമീന. മൂപ്പരെ മോള് ഒരിക്കൽ പറഞ്ഞത്രേ, ഞാൻ തീരെ ഹാപ്പി അല്ല. എന്താപ്പത്? ഡെയിലി ഒരേ സ്കൂള്, ഒരേ ടീച്ചേഴ്സ്, ഒരേ വീട്, ഒരേ വണ്ടി. അപ്പൊ ആമിന്റെ ആങ്ങളെ ഓളോട് പറഞ്ഞത്രേ, ഒരേ വാപ്പ ഒരേ അമ്മ, അനക്കിപ്പോ നമ്മളൊന്നും പറ്റൂലല്ലേ എന്ന് പറഞ്ഞത്രേ. അതിൽ ഇവള് ഭയങ്കര കരച്ചില്. ഇവള് പറഞ്ഞു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നോട്ട് ദ പോയിന്റ്. എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ട ആളുകളെ നമ്മൾ മാറിയിട്ടുണ്ട്. അതിന് കാരണം എന്താ? നമുക്ക് ആഗ്രഹിച്ചത് ഒരുപാട് കിട്ടുന്നുണ്ട്. മാത്രല്ല, മൊബൈൽ തുറന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്റർടൈൻമെന്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോമഡി വരുന്നു, അടുത്ത കോമഡി, നമുക്ക് ഇഷ്ടപ്പെട്ടത് വീണ്ടും വീണ്ടും പാക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? പാക്കായിട്ട് എന്ത് ചെയ്യാണ്? നമുക്ക് എന്റർടൈൻമെന്റ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ തലച്ചോറിന് ആസ്വദിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടതുപോലെയൊക്കെയാണ്. അപ്പൊ ഈ ആമി എന്ന് പറഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അബുദാബിയിൽ ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. വാപ്പ നല്ല പൈസക്കാരനാണ്. വാപ്പ എന്ത് ഓള് ചോദിച്ചാലും വാപ്പ വാങ്ങിക്കൊടുക്കും. ഉമ്മ വലിയ സ്നേഹത്തിലുള്ള ആളാണ്. ഫ്രണ്ട്സ് വളരെ ഫ്രണ്ട്ലിയാണ്. എല്ലാം കൊണ്ടും ഓള് ഹാപ്പിയാണ്. അതുകൊണ്ട് ഓള് ഹാപ്പി അല്ല. എല്ലാം കൊണ്ടും ഓള് ഹാപ്പിയാണ്, അതുകൊണ്ട് ഓള് ഹാപ്പി അല്ല. എന്താ കാരണം? എല്ലാം സന്തോഷങ്ങളും വന്നു കഴിഞ്ഞപ്പോ ഓളെ എക്സൈറ്റ്മെന്റ് പോയി അല്ലേ? എക്സൈറ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പം അങ്ങനെ ആലോചിച്ചു. എനിക്ക് എൻ്റെ കസിന് ഒരു പുതിയ സ്കൂൾ ബാഗ് ഓളെ വാപ്പ കൊടുന്നപ്പോ ഞാൻ ആ ബാഗ് നോക്കി കരഞ്ഞു. അത് ഉറപ്പം എനിക്ക് കിട്ടൂലല്ലോ. അപ്പൊ എനിക്ക് ഒരു പഴയ ബാഗ് തുന്നിക്കൂട്ടിയിട്ട് അത് എനിക്ക് തന്നെ സമാധാനിപ്പിച്ച് വിട്ട്. അങ്ങനെ നമ്മുടെ ചെറുപ്പത്തിലെ ഇല്ലായ്മകളെ കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചു. അത്ര കൂടുതൽ പഴക്കമൊന്നുമില്ല, പക്ഷെ ഓരോരുത്തർക്കും ഓരോ ബാല്യം ഉണ്ടാവും. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാത്ത ബാല്യം. ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞ് കിട്ടിയില്ല, പോയി. നമുക്ക് കിട്ടാത്ത സാധനം പിന്നീട് നമ്മൾ മുതിർന്ന് അന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴുണ്ടാവുന്ന സന്തോഷം. ചെറുപ്പത്തിൽ സുഖകരമായ ഒരു ബാല്യത്തിൽ ജീവിച്ച ആളാണെന്നുണ്ടെങ്കിൽ പിന്നീട് എനിക്ക് അങ്ങനെ സന്തോഷിക്കാൻ പറ്റുമായിരുന്നില്ല എന്ന് ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഇപ്പൊ നിങ്ങളെ കുട്ടികളൊക്കെ വളർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ അടുത്ത് പൂത്ത പണം ഉണ്ടാവും, അതൊക്കെ ശരി തന്നെ. പക്ഷെ കുട്ടികൾക്ക് റിജക്ഷൻ കൊടുക്കണം. ഇന്നലെ ഒരു ഐസ്ക്രീം വാങ്ങി, അതുകൊണ്ട് ഇന്ന് ഐസ്ക്രീം ഇല്ല.
ഞാൻ തമാശക്ക് പറയല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ കുട്ടിയൊക്കെ ഐസ്ക്രീം എൻജോയ് ചെയ്യാൻ പറ്റാതാവും, കുട്ടിക്ക് എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടും. മനസ്സിലായോ? ഇന്നലെ ചോക്ലേറ്റ് വാങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് ഇന്ന് ചോക്ലേറ്റ് ഇല്ല, ഇനി നാളെ നോക്കാം. ചുമ്മാ ഒരു റിജക്ഷൻ കൊടുക്കണം. ഒരു 40% 60% ഒക്കെ റിജക്ഷൻ, 40 to 60 റിജക്ഷൻ കുട്ടികൾക്ക് വേണം. ഇൻസൾട്ട് കിട്ടണം. ഇൻസൾട്ട് കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട്, ഞാനത് വിശദീകരിക്കാം. കൂടെ വന്ന ആണുങ്ങൾക്കുള്ള ഫുഡ് താഴെ റെഡി ആയിട്ടുണ്ട് എന്ന് മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചോളി, അല്ലെങ്കിൽ ഇവർക്ക് ഫുഡ് കിട്ടൂല. അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. വിവരങ്ങൾ അറിയിച്ചിട്ടില്ലേ? അപ്പൊ തുടരാം. അപ്പൊ ഈ അടുത്ത് ദാറുദ്ദീനിലെ ഒരു കുട്ടി എന്നോടൊന്ന് പറഞ്ഞേ, ഏറെക്കുറെ നിങ്ങളൊക്കെ പ്രായമായിരിക്കും. അപ്പൊ ഞാൻ ഭയങ്കര ഡൗൺ ആണ്. അല്ല, ഞാനൊരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞു, ജീവിതം അടുത്തവർ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. ചുമ്മാ ചോദിച്ചതാ, ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ പൊട്ടിക്കണ്ടെന്ന് നിനക്ക്. ജീവിതം അടുത്തവർ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അതിലൊരു കുട്ടി കൈപൊക്കി. അപ്പൊ ഞാൻ ആകെ ബേജാറേറെ. ഇവൻ കൈപൊക്കാൻ കാരണം അവൻ ഫാമിലി സാമ്പത്തികമായിട്ട് വളരെ സ്ട്രോങ് ആണ്, റിച്ച് ആണ്. മാത്രമല്ല അവൻ എല്ലാ മത്സരങ്ങളിലും കപ്പടിക്കുന്ന ആളാണ്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫസ്റ്റും ഒക്കെ ആയിട്ട് കിട്ടുന്ന ഒരാളാണ്, ബ്രില്യൻ്റ് ആണ്, കൂട്ടുകാർക്കിടയിൽ അംഗീകാരമുള്ള ആളാണ്. ഇവൻ എന്തുകൊണ്ട് കൈപൊക്കി? ഞാൻ അവനെ പേഴ്സണലായി വിളിപ്പിച്ചവനോട് ചോദിച്ചു, നീ എന്തിനാണ് കൈപൊക്കി, എന്താ സംഭവം എന്താണ്? അവൻ പറഞ്ഞു, ഞാൻ ഭയങ്കര ഡൗൺ ആണ്. ഞാനൊരു NRI കിഡാണ്, ഗൾഫിലാണ് ഞാൻ പഠിച്ചു വളർന്നത്. അപ്പൊ ഞാൻ കോളേജിൽ വന്ന് ചേരുമ്പോ NRI കിഡിന്റെ ഒരു പൊളപ്പൊക്കെ എനിക്കുണ്ടായിരുന്നു. നന്നായി ഇംഗ്ലീഷിൽ ഇങ്ങനെ കത്തിക്കും, അറബിയും കുറച്ച് കത്തിക്കും. അപ്പൊ എല്ലാം കൂടി ആയിട്ട് കുട്ടികൾക്കിടയിൽ എനിക്കൊരു അംഗീകാരം ഉണ്ടായിരുന്നു. ഈ അംഗീകാരം തുടർന്നു. ഞാൻ പഠിക്കുന്ന ഒരാളുമാണല്ലോ. അപ്പൊ എനിക്ക് എപ്പോഴും ഫസ്റ്റ്, ഞാൻ എപ്പോഴും മുന്നിൽ, ഫോർവേഡ്. ഉസ്താമാരൊക്കെ ഡെയിലി അഭിനന്ദനം. അങ്ങനെ അഭിനന്ദനം കിട്ടി. PG വന്നാൽ ഈ ബിൽഡിങ്ങിൽ ഇപ്പൊ 1000 സംതിങ് കുട്ടികളുണ്ട്. കുട്ടികൾ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, താടി മീശകളുള്ള ആൾക്കാരാണ്. പക്ഷെ എന്റെ ഭാഷയിൽ ഞാൻ കുട്ടികൾ എന്നാ പറയാം. അധ്യാപകര് കുട്ടികളെ, സ്റ്റുഡൻസിനെ കുട്ടികൾ എന്നാണല്ലോ വിളിക്കുക. അപ്പൊ അവന് ഇപ്പൊ എന്താ വെച്ചാ പഴയ അറ്റൻഷൻ അവന് കിട്ടുന്നില്ല. നിറയെ കുട്ടികളല്ലേ. ഒരു ഉസ്താമാർക്ക് കൂടുതൽ ആളുകൾ ഒരു ഫോക്കസ് ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പൊ അവന് അറ്റൻഷനും പുകഴ്ത്തലും ഒന്നും കിട്ടാത്തതിന്റെ പേരിൽ അവന്റെ ബാറ്ററി ഡൗൺ ആയി പോയതാണ് സംഭവം. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു വർത്താനം, ഉസ്താദ് തീരെ ഇൻസൾട്ട് കിട്ടിയിട്ടില്ല, അതിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ അവന് തോന്നുന്നു ഹി ഫെൽറ്റ് ഇൻസൾട്ടഡ്. അത് പല സ്ഥലങ്ങളിൽ പോയാലും നമ്മളാളല്ലേ എന്തൊക്കെ വർത്താനം എന്ന സാധനം അവന് കിട്ടണില്ല. ഓനെ മെയിൻ ചെയ്യാതെ പോവാണ് കുറെ ആൾക്കാർ. കാരണം ഓനെ കുറിച്ച് ഇവർക്ക് അറിയില്ല. ഉസ്താമാർക്കും ഓനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല, എല്ലാ ഉസ്താമാർക്കും അറിയില്ല. അറിയണ ഉസ്താമാർക്ക് അറിയും, അല്ലാത്തവർക്കും ഓനെ അറിയില്ല. അപ്പൊ ഓൻ പറഞ്ഞൊരു വർത്താനം എന്താ വെച്ചാല്, ഇൻസൾട്ട് എനിക്ക് കിട്ടണില്ല എന്നാണ്. അപ്പൊ കുറച്ചൊക്കെ ഇൻസൾട്ട് കിട്ടി, കുറച്ച് അവഗണനയൊക്കെ കിട്ടി. അതിനെ ഓവർകം ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങളെ മക്കളെയൊക്കെ വളർത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്ത് പൊട്ടത്തെറ്റ് എഴുതിയാലും വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് 4 സ്റ്റാർ ഇട്ട് കൊടുക്കരുത്. അജാതി ദ്രോഹം വേറൊന്നുമില്ല. തെറ്റാന്ന് തന്നെ പറയണം, പക്ഷെ മാന്യമായ ഭാഷയിൽ പറയണം. ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ഉഷാറാവും എന്ന് പറയണം. ഒരു 4 വര അങ്ങോട്ടും 3 വര അങ്ങോട്ടും ഇട്ടിട്ട് ഇത് നമ്മുടെ വീടാണെന്ന് പറഞ്ഞു വന്നാൽ, വാവ് എന്ത് മനോഹരമായ വീട് എന്നൊന്നും പറയരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെയല്ല വീട് വരക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് തിരുത്തലുകളൊക്കെ കൊടുക്കണം. കുട്ടിക്ക് ഒന്നുകൂടി ഒരു ഗൈഡൻസ് കിട്ടും, അവന് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ അവന് മുതിർന്ന് 10-18 വയസ്സായിട്ട് എവിടുന്നെങ്കിലും വല്ല പരിഹാസമോ പുച്ഛമോ ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും. പിന്നെ അപ്പൊ നിങ്ങൾക്ക് അടക്കേണി മടിയിലൊക്കെ ആയിരുന്നു, കവുങ്ങാണി അതിന് പറ്റുമോ എന്ന് പറയേണ്ടി വരും. അടക്കേണി മടിയിലൊക്കെ നിങ്ങളെ 3 വയസ്സും 4 വയസ്സുള്ള കുട്ടി വന്നിട്ട് പരാതി പറയാൻ നിങ്ങൾ മടിയിൽ വെക്കും, ഒരു ഉമ്മയൊക്കെ കൊടുക്കും, സമാധാനിപ്പിക്കും, വിടും. 18 വയസ്സാണ് അങ്ങനെ ചെയ്യോ? കഴിയൂല. അപ്പൊ വളർത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ഈ ഹാപ്പിനെസ് ഒന്നും ഇപ്പൊ ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് അല്ലെ, അതൊരു വാക്കാണ്. ഈ വിഷയം നമുക്ക് അതിലേക്ക് വരാം. നമ്മളിപ്പോ മനുഷ്യൻ എന്ന് പറഞ്ഞു, പ്രകൃതി എന്ന് പറഞ്ഞു, ഹാപ്പിനെസ് എന്ന് പറഞ്ഞു, ഫ്രീഡം എന്ന് പറഞ്ഞിട്ടൊരു വാക്കാണ്. എന്താണ് ഫ്രീഡം? ഒരു സെക്കുലർ ലിബറൽ സ്പേസിലുള്ള ആളുകൾ വന്നാൽ ഈ സദസ്സ് കണ്ട അവർക്ക് എന്താ തോന്നുക? എന്തൊരു ദയനീയമായ അവസ്ഥ.
കംപ്ലീറ്റ് അടിച്ചമർത്തപ്പെട്ട വനിതകൾ എന്നല്ലേ പറയാം, അങ്ങനെയാണല്ലോ പറയാം. ഈ അടുത്ത കാലത്തൊക്കെ ഇപ്പോ കുറച്ചൊരു 4-5 വർഷമായിട്ട് സാധാരണ ബസ്സിലൊക്കെ പോകുന്ന പെൺകുട്ടികൾ ലിപ്സ്റ്റിക് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. മുമ്പൊക്കെ ഇപ്പൊ നമ്മുടെ പരിസരങ്ങളിൽ മോഡലിങ്ങിന് പോകുന്നവരും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് പോകുന്നവരും മാത്രമേ ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പൊ ദിനം പ്രതി നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ സ്കൂളിലേക്ക് ഇറങ്ങി പോകുന്ന കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ലിപ്സ്റ്റിക്കിനെ കുറിച്ചല്ല. ഈ ലിപ്സ്റ്റിക് ഇടുന്ന കുട്ടിയുടെ ഒരു മനോഭാവം ഉണ്ട്. എന്താണ്? ഓളെ കസിന് ചിലപ്പോ ഹിജാബോ തട്ടോ ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓളോട് ഇവൾക്കൊരു പുച്ഛ. ഇവളെ മനസ്സിൽ എന്താണ്? ഞാൻ എൻ്റെ ചോയ്സിനനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. മറ്റുള്ളവളോ ഓളെ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? അങ്ങനെ ഓളെ ചിന്ത. ഇപ്പൊ നിങ്ങളെ കുറിച്ച് നിങ്ങളെ കൂട്ടുകാരികൾക്കൊക്കെ ആ ചിന്ത ഉണ്ടാവും. നിങ്ങളെ കുറിച്ച് കൂട്ടുകാരികൾക്കൊക്കെ ആ ചിന്ത ഉണ്ടാവും. ഓള് അടിച്ചമർത്തപ്പെട്ട, ഓള് ഈ ഹിജാബൊക്കെ ഇട്ട് നടക്കുന്ന ഒരു ആളാണ്. പക്ഷെ ഞാൻ എൻ്റെ ചോയ്സ് അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. അപ്പൊ എന്താണ് ഈ ചോയ്സ്? ഓള് മനസ്സിലാക്കണത് ഓള് ലിപ്സ്റ്റിക് ഇടുന്നത് ഓളെ ചോയ്സ് കൊണ്ടും സ്വാതന്ത്ര്യം കൊണ്ടും അല്ല. ഓള് ഇൻസ്റ്റഗ്രാമിൽ കാണുകയാണ് ഇതാണ് സൗന്ദര്യം, ഇങ്ങനെ ജീവിച്ചാലേ കൂട്ടുകാർക്കിടയിൽ നിലയും വലിയ ഉണ്ടാവുള്ളൂ, ഇതാണ് പുരോഗമനം, ഇത് ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഔട്ടായി പോവും എന്ന് ചിന്തിച്ചുകൊണ്ട് ഫോഴ്സ്ഡ് ആയിട്ട് നിർബന്ധാവസ്ഥയിൽ ഇടുകയാണ് അവള് ലിപ്സ്റ്റിക്. അല്ലേ? ഇസ്ലാമിൽ എന്തായാലും ചോയ്സുകൾ ആണിനും പെണ്ണിനാണെങ്കിലും ഇല്ല. ഇസ്ലാമിൽ പടച്ചോൻ പറഞ്ഞേ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇസ്ലാമിൽ എന്തുള്ളൂ? പടച്ചോൻ പറഞ്ഞേ ചെയ്യുന്നു എന്നുള്ളൂ. പിന്നെ നമ്മൾ ഇന്ത്യയിലൊക്കെ ജീവിക്കുമ്പോൾ പറയും ഞങ്ങൾക്കും ഹിജാബ് ഇടാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം എന്ന് പറയും, മറ്റുള്ളവർക്ക് അവരുടെ മതസ്വാതന്ത്ര്യം ഉള്ളതുപോലെ. യഥാർത്ഥത്തിൽ ഇത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? അല്ല. ഇത് അള്ള പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു, ആണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി. അപ്പൊ ഈ ലിപ്സ്റ്റിക് ഇടുന്ന പെൺകുട്ടി മനസ്സിലാക്കും ഞാൻ ഭയങ്കര ഫ്രീ ആണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞാൻ എൻ്റെ ചോയ്സ് അനുസരിച്ച് ജീവിക്കുന്നു. ഇവളൊക്കെ പാവം കഷ്ടപ്പെട്ട് അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്നു എന്നാണ്. അപ്പൊ എന്താണ് ഫ്രീഡം? ഫ്രീഡം എന്നുള്ളതിനെ കുറിച്ച് അവര് അങ്ങനെയാണ് പറയാം. ഫ്രീഡത്തെ കുറിച്ച് നിങ്ങളെ കുട്ടികളോട് ചോദിച്ചു നോക്കി, ഓ എന്തൊക്കെ വർത്താനാണ് അവർ പറയാം. നിങ്ങളെ അനിയത്തിമാരോടും കസിൻസിനോടൊക്കെ ചോദിച്ചു നോക്കി എന്തൊക്കെ വർത്താനാണ് അവർ പറയാം. ഇത് ഏത് ഫ്രീഡമാണ്? ഇവർക്ക് ഈ ആശയം കിട്ടുന്നത് സെക്കുലർ ലിബറൽ ലോകത്ത് നിന്നാണ്. ആ ലോകം അവരെ പഠിക്കുന്നത് പരസ്പരം പിന്നെ സ്വാതന്ത്ര്യമാണ് ലോകത്തെ ഏറ്റവും വലിയ മൂല്യം എന്നാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കാം, ഇഷ്ടമുള്ളവരുടെ കൂടെ പോവാം, ഇഷ്ടമുള്ള കൂടെ ഇരിക്കാം, ഇഷ്ടമുള്ളവരുടെ കൂടെ എന്ത് കാര്യങ്ങളും ചെയ്യാം എന്നാണ് അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാനൊരു സദസ്സിൽ ചോദിച്ചു, നിങ്ങളെ വാപ്പ നിങ്ങളെ അമ്മാനോട് പറയണേ എനിക്ക് അന്നം അടുത്ത് മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ ഫ്രീഡം, ഞാൻ വേറെ ആളെ കൂടെ പോവാണ് എന്ന് പറഞ്ഞ് വാപ്പാന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ഒരിക്കലും ഇഷ്ടപ്പെടൂല. പക്ഷെ ഇഷ്ടപ്പെടാന്നിട്ട് കാര്യമില്ല. അതാണ് പുരോഗമനം, അതാണ് പുരോഗമനം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ കുറച്ചൊക്കെ ലോകത്തുണ്ട്. സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. മനുഷ്യന് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്നാണ്. പക്ഷെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ സ്വാതന്ത്ര്യം എന്ന വാക്കിന് തന്നെ വ്യത്യസ്തമായ വേൾഡ് വ്യൂകളിൽ വ്യത്യസ്തമായ അർത്ഥങ്ങൾ, വ്യത്യസ്തമായ ലോകവീക്ഷണങ്ങളിൽ വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. അത് എല്ലാ മേഖലയിലും നമ്മൾ ഇടപെട്ടാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ മനുഷ്യർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്, ഈക്വാലിറ്റിയാണ് എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ വിശ്വസിക്കുകയാണ്. എന്ന സ്വാതന്ത്ര്യം വേണ്ടേ? വേണം. പക്ഷെ അത് മനുഷ്യന്റെ പബ്ലിക് ലൈഫിനെയും കുടുംബജീവിതത്തെയും ബാധിക്കുന്ന രീതിയിലാവാൻ പാടില്ല. അതേത് മനുഷ്യന്റെ ഈ സ്വാതന്ത്ര്യം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മളൊരു കരിയറിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? വ്യത്യസ്ത നോളജ് സിസ്റ്റങ്ങളിൽ വ്യത്യസ്ത വാക്കുകൾക്കുള്ള മീനിങ് എന്താ നമ്മൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളെ കുട്ടി വന്നിട്ട് എന്റെ ചോയ്സ് അല്ലേ, ഞാൻ ഓന്റെ കൂടെ തന്നെ പോകും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ചോയ്സ് ആയിട്ട് അനുഭവപ്പെടുന്നില്ല, നിങ്ങൾക്ക് അത് സ്വാതന്ത്ര്യമായിട്ട് അനുഭവപ്പെടുന്നില്ല, നിങ്ങൾക്ക് അത് ധിക്കാരമായിട്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ വകതിരിവില്ലായ്മയായിട്ടോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് നിങ്ങളെ കുട്ടി അങ്ങനെ പറഞ്ഞാൽ. പക്ഷെ ആ കുട്ടിക്ക് തോന്നുന്നതോ തന്റെ സ്വാതന്ത്ര്യവുമായിട്ടാണ് തോന്നുന്നത്.
ഈ വ്യത്യാസങ്ങൾ മനസ്സിലാവാൻ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. രണ്ടാമത്തതാണ് സെൽഫ് ലവ്, സ്വന്തത്തോടുള്ള സ്നേഹം. സ്വന്തത്തിനൊരു നിലയും വലിയ ഉണ്ട് എന്ന് മനസ്സിലാക്കലാണ്. ഈ അടുത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. മീൻസ് എന്നോടൊരാൾ പറഞ്ഞ കാര്യം, ചില സോഷ്യൽ മീഡിയയിലെ ചില ബ്ലോഗർമാരൊക്കെ ഒന്ന് രണ്ട് ആളുകളൊക്കെ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞൊരു വീട്ടിലേക്ക് പോയിട്ട് അവൾക്ക് വല്ലാത്ത അവഗണനയും ബുദ്ധിമുട്ടും പ്രയാസവും, അവളാണെങ്കിൽ വലിയ രസകരമായ സന്തോഷകരമായ ജീവിതം സ്വപ്നം കണ്ടിട്ടാണ് ഇവന്റെ കൂടെ വന്നത്. ഇവനാണെങ്കിൽ അവളെ വലിയൊരു മെയിൻ്റെ ഒന്നുമില്ല. ആദ്യത്തെ 1-2 കൊല്ലമൊക്കെ ഇപ്പൊ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു, നല്ല രസമായിരുന്നു, ചെറിയ കളിയൊക്കെ ആയിരുന്നു. പിന്നെ ഇവൾക്കൊരു വില ഇല്ലാതായി, ഇവളോട് ഇവനൊരു വില കൽപ്പിക്കാതായി. ഇവള് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി, വലിയ പ്രയാസത്തിലായി. അവസാനം ഇവള് ഒരു വ്ളോഗറുടെ സംസാരം കേൾക്കുകയാണ്. അയാൾ പറയണ്, നിങ്ങൾക്കുള്ള വില നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആര് കൊടുക്കും എന്ന് പറയണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉപദേശങ്ങൾ കേൾക്കുകയാണ്. അങ്ങനെ പിന്നെ ഇവൾ എന്ത് ചെയ്തു, ഇവള് സ്കൂളിൽ പഠിച്ച കാലം, ഇവൾ ഡിഗ്രിക്ക് പഠിച്ച കാലമൊക്കെ ഇവൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇവളെ കെട്ടിച്ചയച്ചത്. അതൊക്കെ നിന്നുപോയി. ഇവൻ മാത്രമേ ഇന്ന് ഇവളെ മനസ്സിലുണ്ടായിരുന്നത്. ഇവളുടെ സ്കില്ലുകളൊക്കെ ഇവൾ അവിടെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. പിന്നെ ഇവൾ എന്ത് ചെയ്തു, ഇവൾ അന്നത്തെ ക്രിയേറ്റീവ് സ്കില്ലുകളൊക്കെ പുറത്തെടുത്തു. ചില നുറുങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്തു, ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്തു, ചില പബ്ലിക് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തു, ചില ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത്, ചില ക്ലാസ്സുകളൊക്കെ എടുക്കാനുള്ള കഴിവ് ഇവൾക്കുണ്ടായി. കാരണം ഇവള് സ്കൂളിലൊക്കെ വളരെ സ്മാർട്ടായിരുന്നു. വിദ്യാഭ്യാസമുള്ള ഭർത്താവ് തന്നെയാണ് കെട്ടിയിരിക്കണത്, അത്ര അപരിഷ്കൃതനൊന്നുമല്ല. പക്ഷെ ആണുങ്ങളൊരു സൈക്കോളജി പ്രകാരം പെണ്ണ് സ്വന്തമാവോളം ആണുങ്ങൾ പിന്നാലെ നടക്കും. പെണ്ണ് സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ ഓളിഞ്ഞിപ്പോ നമ്മളെ വിട്ടു പോവില്ലല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസം ആണുങ്ങൾക്ക് ഉണ്ടാവും. അതാണ് ആണുങ്ങളെ സൈക്കോളജി ജനറലി പറയുന്നത്. പെണ്ണ് നേരെ ഓപ്പോസിറ്റ് ആണ്. തൻ്റെ സ്വന്തമാകുവോളം അത്ര കെയർ കൊടുത്തോളന്നില്ല, പക്ഷെ സ്വന്തമായി കഴിഞ്ഞാൽ പെണ്ണ് കൂടുതൽ പൊസസീവ് ആവും. ഏതായാലും ഇവളെന്ത് ചെയ്തു, ഇവൻ തീരെ മൈൻഡ് ചെയ്യൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായപ്പോ ഇവളും അങ്ങനെ ആയി തീർന്നു. ഇവളെ കാര്യം നോക്കി, ഇവളെ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്തു, ചില പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തു, ചില ക്ലാസ്സുകളൊക്കെ നടത്തി. ആ ഒരു രീതിയിലേക്ക് ഇവള് വളർന്നു. ഒരു 4 കൊല്ലം കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു വന്നു ഇവളെ അടുത്തേക്ക്. ഇവളെ ബഹുമാനിക്കൽ തുടങ്ങി, ഇവളെ ഇഷ്ടങ്ങളെ പരിഗണിക്കൽ തുടങ്ങി. കാരണം ഇവന്റെ മനസ്സിൽ ഇവൾക്കൊരു വില കിട്ടി. അതിന്റെ മുമ്പ് മനസ്സിലാക്കിയിരുന്നത് ഓളെന്ത്, ഞാനല്ലേ വലിയവൻ എന്നാണ് മനസ്സിലാക്കിയത്. ഓളെക്കുറിച്ചോ മനസ്സിലാക്കിയത്, ഓളെ എപ്പോഴും എന്റെ താഴെ വരുള്ളൂ എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഓളായിട്ടാണ് നിന്നപ്പോ, ഓളെ കഴിവുകളൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി, ഓളെ വ്യക്തിത്വത്തെ ഓള് തന്നെ അങ്ങോട്ട് ബഹുമാനിച്ചപ്പോ, അതിനാണ് സെൽഫ് ലവ് എന്ന് പറയാം. അഹങ്കാരം, അഹംഭാവം, നാർസിസം അതൊക്കെ വേറെ വിഷയമാണ്. താൻ പോരിമ അതൊക്കെ വേറെ വിഷയം. ഞാൻ അത്ര മോശമൊന്നുമല്ല, ഞാൻ പടച്ചോ സഹായിച്ച് എനിക്ക് ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കൊരു തോന്നലുണ്ടാവില്ലേ, അതിനാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതില്ലാത്ത എത്ര പെണ്ണുങ്ങളുടെ കുടുംബങ്ങളിൽ ജീവിക്കുന്നു. അമ്മായിമ്മ പറയും, ആ വീട്ടിലെ ഓള് മാത്രം എന്തായിരിക്കും, നന്നായി കുക്ക് ചെയ്യാൻ അറിയാത്ത, അത് ചെയ്യാനറിയാത്ത, ഇത് ചെയ്യാനറിയാത്ത കുട്ടിയായിരിക്കും. ഓളെ അയലോക്കത്ത് പുതിയൊരു മരോള് വന്നു, ഓളങ്ങനെ പുകഴ്ത്തും, ഇതൊരു നല്ല കുട്ടിയാണ്, ഇവളെ കേൾപ്പിച്ചും കൊണ്ട്. അപ്പൊ ഇവൾക്ക് ഞാനൊന്നിനും കൊള്ളാത്തവളാണ്. എല്ലാരും പുച്ഛിക്കുമ്പോ ഇവൾക്കൊരു ഫീല് വരും, ഞാനൊന്നിനും കൊള്ളാത്തവളാണ്. ഈ സംഭവത്തെ നിങ്ങൾ മറികടന്നു കഴിയുന്നതോടുകൂടി നിങ്ങളെ റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. മിനിമം നിങ്ങളെങ്കിലും നിങ്ങളെ ഗുണങ്ങളെ റെസ്പെക്ട് ചെയ്യണ്ടേ, എന്നാലല്ലേ ആണുങ്ങൾക്ക് നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലേ? അപ്പൊ സംഭവം ശരിയാന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് ഒരിക്കൽ. കാരണം ഉറപ്പല്ലേ, നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ കഴിവുകളും ഗുണങ്ങളൊക്കെ പ്രകടമാവുമ്പോൾ നമുക്ക് പരസ്പര സ്നേഹം തോന്നും. സ്വാഭാവികമല്ലേ, സ്വാഭാവികമാണ്. പക്ഷെ ആണുങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്, ഇപ്പം ഭർത്താക്കന്മാർ നിങ്ങൾ എപ്പോഴും കാണുന്നു, പക്ഷെ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ നിങ്ങളെ വീട്ടിലെ കാര്യങ്ങളുമായിട്ട് മാത്രം കൂടി കഴിഞ്ഞാൽ എന്താവൂല, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് നിങ്ങളെ ഗുണങ്ങൾ കാണാൻ കഴിയില്ല. വീഡിയോ റെക്കോർഡ് ഉണ്ടോ? പേഴ്സണൽ കാര്യം കൂടുതൽ
അപ്പൊ സംഭവം ശരിയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ എന്റെ വൈഫ് ഒരിക്കൽ തെളിച്ചത്തിലൊരു കവിത എഴുതി. അപ്പൊ ഓള് പറയണ എന്താണ്, അതിന്റെ ശേഷം എനിക്ക് അവളോട് കൂടുതൽ സ്നേഹമൊക്കെ കൂടിയെന്നാണ്. നമുക്ക് മനസ്സിലാവണില്ല. ഞാൻ ഒരു എക്സാമ്പിൾ നിനക്ക് പറഞ്ഞതാ. അപ്പൊ നമ്മുടെ സ്കില്ലുകൾ നമ്മൾ തന്നെ ബഹുമാനിച്ചാൽ മാത്രമേ ബാക്കിയുള്ളവർ ബഹുമാനിക്കുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ വിമാനം പറത്തണമെന്നോ കുതിര ഓടിക്കണമെന്നൊന്നുമല്ല. നിങ്ങളെ നിങ്ങളാക്കുന്ന ഗുണങ്ങൾ മരവിപ്പിച്ച് നിർത്താതെ നിങ്ങൾ കുടുംബത്തിൽ ജീവിക്കാൻ തയ്യാറാവണം. ആകെ മൊത്തം ഓൺലൈൻ ക്ലാസ് ആക്കിയിട്ട് ഭർത്താവിന് സമയം കൊടുക്കാത്ത അവസ്ഥയിലാക്കരുത് നിങ്ങൾ. അതും ശ്രദ്ധിക്കണം. ഇവിടെ ഓൺലൈൻ ട്യൂഷൻ, അവിടെ ഓൺലൈൻ ട്യൂഷൻ, മറ്റേ ഓൺലൈൻ ട്യൂഷൻ, അവിടെ ഗൂഗിൾ പേക്ക് പൈസ വരുന്നു, നിങ്ങൾ സമ്പാദിക്കുന്നു, പിന്നെ ഓനോടൊരു ബന്ധമില്ലാതാവുന്നു. അങ്ങനെ ആവരുത്, അങ്ങനെയും ആവരുത്. ഒരു ബാലൻസിൽ പോകാൻ പറ്റണം. US ഒരു റിലേഷൻഷിപ്പ് കോച്ച് ഉണ്ട്, സൂസൻ വെങ്കർ എന്നുണ്ട്. അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇഫ് യു ഹാവ് 2 competing careers, if you have 2 different bank accounts, you are not married, but you are just roommates now. You are not married couples. നിങ്ങൾക്ക് 2 വ്യത്യസ്തമായ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് 2 കോമ്പീറ്റിംഗ് കരിയറുകളും ഉണ്ടെങ്കിൽ, ഒരാൾ ഡോക്ടറും മറ്റാളും ഡോക്ടർ, ഇവൾ ഡോക്ടറായിട്ട് ഇവളും ബിസി, ഡോക്ടറായിട്ട് ഓനും ബിസി, രണ്ടാൾക്കും വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, അവർ പറയുന്നത് നിങ്ങൾ പിന്നെ മാരീഡ് കപ്പിളല്ല, മറിച്ച് നിങ്ങൾ റൂംമേറ്റ്സ് മാത്രമാണ്. കാരണം എന്താണ്? ഒരു ഡിപ്പെൻഡൻസി ഇല്ല പരസ്പരം. ഇപ്പൊ പെണ്ണ് പണത്തിന് വേണ്ടി ആണിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, അത് സംബന്ധമായിട്ട് അവർ ചർച്ചകൾ നടത്തുമ്പോൾ, അവർ ടൂർ പോവുകയും ഒരുമിച്ചൊരു ബീച്ചിലിരിക്കുകയും അവരുടെ ഭാവി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത് ഈ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടല്ലോ. ഏതെങ്കിലും തരത്തിലൊരു ഡിപ്പെൻഡൻസി ആണും പെണ്ണും തമ്മിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അവരുടെ ഇടയിലുള്ള പ്രണയവും നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ കേവലം റൂംമേറ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ പെണ്ണ് സമ്പാദിക്കണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് പരസ്പരം ഡിപ്പെൻഡൻസി ഇല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഡിപ്പെൻഡന്റ് ആയിട്ടില്ലെങ്കിൽ അവർ തമ്മിൽ സംഭാഷണങ്ങൾ നടക്കൂല. സംഭാഷണങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ സ്നേഹവും നിലനിൽക്കൂല, പ്രണയവും നിലനിൽക്കൂല. ഒരു 30-35 വയസ്സ് വരെ പ്രണയം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവില്ല. കാരണം പ്രണയം ഉണ്ടാവും, പക്ഷെ പിന്നീട് അതിങ്ങനെ വറ്റി പോവും. പക്ഷെ അത് വറ്റാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. കരിയർ ഗൈഡൻസ് നിങ്ങൾക്ക് കുറെ കേൾക്കാം, പക്ഷെ കരിയറും കുടുംബവും എങ്ങനെ മുന്നോട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടും കൂടി ഞാനത് പറയുന്നത്. അപ്പോ ലൈഫ് വർക്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമാണ്. വർക്ക് ഫാമിലി ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ളതാണ്. ഏതെങ്കിലും ഒന്ന് ചെറിയൊരു കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് മറ്റേതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളെ ജോലി, കരിയർ, മറ്റേ BEd, MEd, കേട്ടറ്റ് എന്നൊക്കെ കൊണ്ട് വലിയ പ്ലാനുകൾ ഉണ്ടെങ്കിൽ ആ പ്ലാനുകൾ നിങ്ങളെ കുടുംബത്തെ കുറച്ചൊക്കെ ബാധിക്കും, അല്ലേ? അങ്ങനെ ഇപ്പൊ കുട്ടി വേണ്ട, അല്ലെങ്കിൽ ഇപ്പൊ വേറെ മറ്റു കാര്യങ്ങൾ വേണ്ട, നിങ്ങളെ ഫാമിലി ബാധിക്കും. നിങ്ങൾ ഫാമിലിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്താലോ കരിയറിന്റെ സംഭവങ്ങൾ കുറച്ച് ഇങ്ങനെ പോകും ചെയ്യും. അപ്പൊ ഇത് 100% ബാലൻസ് ചെയ്യാൻ ആർക്കും കഴിയില്ല. ചെറിയ കോംപ്രമൈസുകളൊക്കെ വേണ്ടി വരും എന്ന് നമ്മൾ അംഗീകരിക്കണം. എന്നിട്ട് പരമാവധി നമ്മൾ കഷ്ടപ്പെടുക, അല്ലാതെ അതിലൊന്നും കൂടുതൽ ചെയ്യാനില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുതിയ കാലത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് കുടുംബത്തെ ബാധിക്കുന്ന രീതിയിലായി പോയി. പഴയകാല സ്വഹാബി വനിതകളും നല്ല വിദ്യാഭ്യാസം ചെയ്തവരായിരുന്നു. പക്ഷെ വിദ്യാഭ്യാസം അവരുടെ വ്യക്തിപരമായ ഔന്നത്യത്തിനും ധാർമ്മികമായ രൂപീകരണത്തിനും സാമൂഹ്യമായ ഒരു ആത്മവിശ്വാസമൊക്കെ നേടാനൊക്കെ ഉള്ളതായിരുന്നു വിദ്യാഭ്യാസം. ഇന്നതെന്തായി മാറി? പണം സമ്പാദിക്കാനുള്ള മാർഗം മാത്രമായി. അതുകൊണ്ട് തന്നെ എന്തായില്ല, വിദ്യാഭ്യാസത്തിന് അതിന്റെ റിയൽ മഹത്വം കിട്ടിയില്ല. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ BEd ആണ്, കേട്ടറ്റ് ആണ്, അതിലൂടെ പണം സമ്പാദിക്കലാണ്. അപ്പൊ ഈ BEdും കേട്ടറ്റിനും റെഗുലർ ആയിട്ട് ഇവിടെ പോകുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴൊക്കെ അത് കുട്ടികളെ ബാധിക്കും, കുട്ടികളെ വേറെ ആളെ ഏൽപ്പിക്കും, അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒരു കൃത്യമായ ബാലൻസ്. അപ്പൊ നമ്മൾ പറയും ഓരോ കുടുംബത്തിലും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. ഇപ്പോ ഇന്ത്യയൊക്കെ കുടുംബത്തിൽ ചില ആളുകൾ പറഞ്ഞേക്കുണ്ട്, ഇവളെന്തായാലും ജോലിയായിട്ടാ ഞാൻ കെട്ടിക്കൊള്ളൂ, കാരണം ഞാൻ കഷ്ടപ്പെട്ട പോലെ ഇവള് കഷ്ടപ്പെടണം എനിക്ക് കാണാൻ വയ്യ. ഈ പറയുന്ന ആളാരായിരിക്കും?
കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 5 വർഷം കൊണ്ട് എന്റെ ഭർത്താവിന് ഉള്ള സ്വർണ്ണമൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടാവും അല്ലേ? നമ്മളെ ജീവിതം നമുക്ക് രക്ഷപ്പെടാന്നുണ്ട്. ഭർത്താവ് കുറെ നോക്കിയാ ഒന്നും നടന്നില്ല, അവസാനം സ്വർണം പോയി. ഇന്നിപ്പോ ആ 1 പവൻ ഉണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെടുമായിരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അന്ന് വിട്ട 25 പവനിൽ 1 പവൻ ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ കടങ്ങൾ വീട്ടാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളുള്ള ആളുകൾ അവരുടെ പെൺകുട്ടികളെ കുറിച്ച് പറയുന്നത്, ഇവളെ ജോലിയായിട്ടല്ലാതെ ഞാൻ കെട്ടിക്കൂല എന്ന് പറയും. പക്ഷെ ടീച്ചർമാരൊക്കെ മക്കള് പെൺകുട്ടികൾ പറയുന്നത്, ടീച്ചർമാരായ ഉമ്മ ടീച്ചർ, വാപ്പ മാഷ്, ഒരു നിലക്കും ഇങ്ങനത്തെ ജോലിക്ക് ഞാൻ പോവില്ല, ഞാൻ അനുഭവിച്ച ഇമോഷണൽ ഡാമേജ് എന്റെ കുട്ടികളെ അനുഭവിക്കരുത് എന്ന് അവർ തീരുമാനം എടുക്കും. അല്ലേ? ഈ 2 തീരുമാനക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ലിബറൽ പുരോഗമനവാദം പഠിക്കുന്നത് എന്താന്ന് വെച്ചാല്, ജോലി ചെയ്യുകയും സമ്പാദിക്കുകയും ചെയ്താൽ മാത്രമേ പുരോഗമനം ആവുള്ളൂ. അല്ലാത്തത് വളരെ പ്രാകൃതവും മോശവുമായ പരിപാടി. മാതൃത്വം മോശമാണ്, പിന്നെ കുടുംബജീവിതം മോശമാണ്, വ്യക്തിപരമായിട്ട് പണമുണ്ടാക്കുക, കരിയർ മാത്രമാണ് പ്രധാനം എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കർണാടകയിലല്ലേ ഇപ്പൊ ഗ്രാൻഡ് പ്രഖ്യാപിച്ച് 4 കുട്ടികളുണ്ടായാൽ എത്ര ലക്ഷം റുപ്യ അല്ലേ? കർണാടകയിലല്ലേ? അത് കേരളത്തിലാണെങ്കിൽ ആലോചിച്ച് നോക്കി, എന്തൊക്കെ പറയും, ജിഹാദി, മറ്റേ പന്നി പ്രസവിക്കുന്നത് പോലെ പ്രസവിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രസ്താവന നടത്തിയ ആളുകളുണ്ട് കേരളത്തില്. മുസ്ലിങ്ങൾ പന്നി പെറുന്നത് പോലെ പെറുന്നു. എന്നിട്ടോ മുസ്ലിങ്ങളാണ് ബിസിനസ്സിൽ മുന്നിൽ, മുസ്ലിങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾക്ക് മുന്നിൽ. കാരണം അവർക്ക് പോപ്പുലേഷൻ ഉണ്ട്, കയ്യില് മക്കളുണ്ട്, അത് വേറെ വിഷയം. അപ്പൊ ഇങ്ങനെ ഓരോ ആശയത്തിനും ഓരോ കൺസെപ്റ്റിനും ഉള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളെ വീടുകളിൽ ഒരു പെണ്ണിന്റെ അന്തസ് എന്താ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ വീട്ടില് സിറ്റ് ഔട്ടില് നിങ്ങളെ അമ്മോഷൻ ഇങ്ങനെ ഇരിക്കുക, മോശൻ പത്രം വായിക്കുന്നു, ചായ എന്ന് പറയുന്നു. അപ്പൊ ചായ കൊണ്ടുവരുന്നു. ഒന്നുകിൽ നിങ്ങളെ അമ്മായിമ്മ കൊണ്ടുവരും, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരും. ചായ എന്നേ പറയുള്ളൂ. ചായത്തും അപ്പൊ അതിൽ മധുരം കൂടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ മധുരം കൂടിയണല്ലോ. അപ്പോ മൂപ്പര് നിങ്ങളെ അമ്മായിമ്മ ഓടി വരും ഒന്നുകിൽ, അല്ലെങ്കിൽ പിന്നെ ഓടേണ്ടത് നിങ്ങളാണ്. അല്ല നിങ്ങളെ നാത്തൂനാണോ? നിങ്ങളെ കെട്ടിച്ച വീട്ടിലേ നിങ്ങളെ നാത്തൂന് ഓടി വരണമെന്നില്ല, ഓളവിടെ റെസ്റ്റ് എടുക്കായിരിക്കും, ഓളവിടെ പഠിക്കുകയായിരിക്കും. വീട്ടിലെ മരുമകൾ ഓടി വരും, ആ ചായ പരിഹരിക്കും, ചായയുടെ പ്രശ്നം പരിഹരിക്കും. അപ്പോഴാണ് മോട്ടർ ഇട്ടിരുന്നു, ടാങ്കിലെ വെള്ളം നിറഞ്ഞത്. ആ വെള്ളം നിറഞ്ഞോ, അത് ഓഫാക്ക്. അപ്പോ നിങ്ങൾ അമ്മായിമ്മ ഓടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓടുന്നു. ഈ ഓട്ടം അപ്പൊ ഈ മരുമകൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോ നിങ്ങള് കുട്ടിന്റെ അയൺ ചെയ്യായിരിക്കും, ഓനെ സ്കൂളിൽ വിടാനുള്ള ഡ്രസ്സ് അയൺ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് തയ്യാറാക്കായിരിക്കും, പലതും ചെയ്യായിരിക്കും. ഇതിനിടയിൽ ഞങ്ങൾ ഓടുന്നത്. ഈ വീട്ടിലെ മരുമകൾ കടന്ന് ഓടുമ്പോ വീട്ടിലെ ആൺതരി മലന്ന് കടന്ന് ഗെയിം കളിക്കായിരിക്കും, വീഡിയോ ഗെയിം കളിക്കായിരിക്കും. ചിലപ്പോ ഈ ഓടുന്ന മരുമകളെക്കാൾ ആരോഗ്യമുള്ള ആൺതരി ആയിരിക്കും അത്. പക്ഷെ ഓന് ഇതിന്റെ ഒന്നും ഉത്തരവാദിത്തമല്ല. ഓന് ബാത്റൂം കഴുകണ്ട, ഓന് തിന്ന പാത്രം പോലും കഴുകണ്ട, ഓന്റെ സ്മാർട്ട് ഫോണ് ഓന് മാത്രം. ഈ ഓട്ടം കാണുമ്പോ ഈ വീട്ടിലെ പെൺകുട്ടി എന്ത് വിചാരിക്കും? എന്നെ കല്യാണം കഴിച്ച എന്റെ അവസ്ഥ ഇപ്പതാണല്ലോ വിചാരിക്കൂലേ? പിന്നെ ഓള് ഫെമിനിസ്റ്റ് ആയ ഓളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇസ്ലാമിലുണ്ടോ അങ്ങനെ ഒരു ഓട്ടം? ഈ ഭക്ഷണം കഴിച്ച പാത്രം പെണ്ണുങ്ങൾ മാത്രമേ കഴുകാവൂ എന്ന് ഇസ്ലാമിലുണ്ടോ? നിങ്ങളെ വരയിലുണ്ടോ? ഉള്ള ഒരുപാട് വീടുകളുണ്ടാവും. നിങ്ങളെ മക്കൾക്ക് എന്ത് ചെയ്യണം? ആ ചേഞ്ച് ആദ്യം ഉണ്ടാക്കണം. നിങ്ങൾ ആൺകുട്ടികളെ അവര് കഴിച്ച പാത്രം 5 വയസ്സ് ആയാൽ തന്നെ കഴിച്ച പാത്രം ഡൈനിങ് ടേബിളിൽ നിന്ന് കഴുകി വെക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾ പരിശീലിപ്പിക്കണം. 2-3 വട്ടം ചെയ്താൽ മതി, പിന്നെ അവർ ചെയ്തോളൂ. അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. 10-15 വയസ്സൊക്കെ ആയാൽ കഴുകാൻ ശരിക്കും കാണിച്ചു കൊടുക്കുക. അങ്ങനെയാണ് കഴുകുക. എനിക്ക് കഴുകിക്കൊള്ളണം എന്ന് പറയാം. നിങ്ങൾ ആൺകുട്ടികളെ നിങ്ങൾ അങ്ങനെ വളർത്തണം. എന്നാൽ അവൻ കെട്ടുന്ന പെൺകുട്ടികൾക്ക് നിങ്ങളെ ഗതി ഉണ്ടാവില്ല. മനസ്സിലായോ? ഇങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാവുക. അല്ലാതെ നിങ്ങൾ തെരുവിലിറങ്ങിയിട്ട് ഞങ്ങൾക്ക് വേണം അത്, ഞങ്ങൾക്ക് വേണം ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഇതും ഉണ്ടാവില്ല. അങ്ങനെ റെവല്യൂഷണറി ചേഞ്ച് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. അപ്പൊ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന ഒരു സെൽഫ് ലവ്, ഒരു സെൽഫ് റെസ്പെക്ട്,
അത് നമ്മൾ നമ്മുടെ വീടകങ്ങളിൽ കാണിച്ചു കൊടുക്കണം. എന്നാലേ ചേഞ്ച് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇതിന്റെ ചേഞ്ച്. ഇത് പല രീതിയിൽ അനുഭവിക്കുന്നവരുണ്ടോ. അപ്പൊ കുറെ ആൾക്കാർ പറയണം എന്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ലല്ലോ, എന്റെ വീട് അടിപൊളി. ആയിക്കോട്ടെ, നല്ലതാണ്, അൽഹംദുലില്ലാഹ്. ഇപ്പൊ എന്റെ ഒക്കെ ചെറുപ്പം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയും കറി എത്ര പറഞ്ഞാൽ മതി. അടുക്കളയിൽ പണി എടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ വരും, ഡൈനിങ് ടേബിളിലേക്ക് വരും, കാലിയായ കറിന്റെ പാത്രം എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അതിൽ കറി നിറച്ച് ഇങ്ങോട്ട് തന്നെയാണ് കൊണ്ടുവരും. മൂന്നാമത്തെ എന്നിട്ട് ഉമ്മ തിരിച്ച് ഉമ്മാന്റെ പണിയിലേക്കാണ് പോകും. 4 നടത്തം എന്റെ ഉമ്മ നടന്നു. എനിക്കറിയില്ല അത് ഉമ്മാക്ക് എത്ര പ്രയാസം ഉണ്ടാക്കി, ഉമ്മ ഏത് തിരക്കിനിടയിലാ വന്നത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ വിവാഹശേഷമെങ്കിലും മിനിമം എനിക്കത് മനസ്സിലാവുമല്ലോ. ഞാൻ അന്തള്ള ആളാണെന്നുണ്ടെങ്കിൽ ഉമ്മ മക്കളോട് പറയോ എനിക്ക് പ്രയാസമുണ്ട്, പക്ഷെ ഭാര്യ ഭർത്താക്കന്മാരോട് പറയില്ലേ എനിക്ക് പ്രയാസമുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവൂലേ. അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്താണ് അവകാശം, എന്താണ് ഉത്തരവാദിത്തം, അത് കൃത്യമായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ശരിക്കും ഇപ്പൊ ഈ പിന്നെ പാത്രം കഴുകല് പോട്ടെ, ഭക്ഷണം അങ്ങനെ കല്യാണം കഴിച്ചാൽ ഭർത്താവ് ഭാര്യയ്ക്ക് എന്തൊക്കെ കൊടുക്കണം നിങ്ങൾ പഠിച്ചതല്ലേ. ഭർത്താവ് ഭാര്യയ്ക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം, മസ്കൻ താമ് ഒക്കെ കൊടുക്കണ്ടേ, വീട് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം വേവിച്ച് കൊടുക്കാൻ ഓൾ ആവശ്യപ്പെട്ടാൽ അത് വേവിച്ച് കൊടുക്കണം എന്നാ, വേവിച്ചത് തയ്യാറാക്കി കൊടുക്കണം എന്നാ, വേവിച്ചത് ആണ് പെണ്ണിന് തയ്യാറാക്കി കൊടുക്കണം എന്നാ. സംഭവിക്കുന്നത് തിരിച്ചാണ്. അത് സംഭവിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഭർത്താവ് വീടിന്റെ പുറത്ത് ജോലിക്ക് പോകുന്നു അല്ലേ, ഭർത്താവ് വീടിന് പുറത്തുള്ള റിസ്കുകൾ മുഴുവൻ ഏറ്റെടുക്കുന്നു. അപ്പൊ വീടിനകത്തുള്ള റിസ്കുകൾ പെണ്ണുങ്ങൾ ഏറ്റെടുക്കുന്നു, അതിന് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. അതിനാണ് നമ്മൾ ജെൻഡർ റോൾ എന്ന് പറയാം. ഓരോ ജെൻഡറിനും അതിൻ്റെതായ റോളുകൾ ഉണ്ടാവും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ചെയ്യുന്നത് മോശം പരിപാടിയാണ്. എങ്ങനെ ചെയ്യുന്നത്? ഓൻ പോയിട്ട് ഓളോട് പറയണം അനക്കെന്താ ഇവിടെ മലമറിച്ചണ പണി, അത് മോശം. കാരണം ഓള് ചെയ്യുന്നത് ഓള ഔദാര്യം കൊണ്ടാണ്. എന്നോട് ഒരിക്കൽ ഒരാള് ബന്ധപ്പെട്ടിരുന്നു, പിന്നെ ഉസ്താദെ എനിക്ക് എങ്ങനെയും ഡൈവോഴ്സ് പറ്റുമോ. അപ്പൊ എന്താ പ്രശ്നം? ഞാൻ ഇത്ര കാലം ജോലി ചെയ്ത് സമ്പാദിച്ച് എന്റെ ശമ്പളം മുഴുവൻ മൂപ്പരെടുക്കുകയാണ്. എന്നാ മൂപ്പര് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇടാൻ എന്നെ സമ്മതിക്കണില്ല. മൂപ്പര് നാട്ടിൽ പോയിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ നാട്ടിൽ പോയിക്കോ, ഇവിടെ ജോലി ചെയ്യണ്ട എന്ന് പറയണം. അമ്മായിമാക്കും അമ്മോശനും ഇപ്പൊ അൽഹംദുലില്ലാഹ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നിട്ട് എന്റെ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടി എന്നെ നിർബന്ധിക്കുകയാണ്. ഇനി അത് പോട്ടെ, ഞാൻ പോയി നോക്കാം, പക്ഷെ എന്റെ കയ്യിലൊന്നുമില്ല ഉസ്താദേ. ഇത്ര കാലം ഞാൻ മൂപ്പർക്കും ജോലിയുണ്ട് എനിക്കും ജോലിയുണ്ട്, ഇന്റെ ശമ്പളം മുഴുവൻ മൂപ്പര് വാങ്ങി. നിങ്ങള് ജോലി ചെയ്ത ശമ്പളം അത് നിങ്ങളതാണ്. നിങ്ങളെ ഭർത്താവിന് കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ലത് തന്നെയാണ്. പക്ഷെ അതെന്തല്ല, ഭർത്താവിന്റെ അവകാശമാണോ? അല്ല. പക്ഷെ ഭർത്താവിന്റെ പണത്തിൽ നിങ്ങൾക്ക് അവകാശമല്ലേ? ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാതെ നിങ്ങൾ മഹദിയാന്ന് പറഞ്ഞ് നടക്കരുത്. ഇത് മനസ്സിലാക്കുകയും ഇത് കൃത്യമായി കൺവേ ചെയ്യുകയും ചെയ്യും. ഞാൻ വീണ്ടും നിങ്ങളോട് പറയണേ, നിങ്ങൾ വിപ്ലവം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അത് ശത്രുക്കളെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോ നിങ്ങൾ വീട്ടിൽ പോയിട്ട് പറയണ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വരാണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്നൊന്നും നിങ്ങൾ ഡയലോഗ് അടിച്ചാൽ കാര്യമില്ല, ചേഞ്ച് ഉണ്ടാവൂല. പക്ഷെ നിങ്ങൾ വളർത്തുന്ന നിങ്ങളെ അധികാര പരിധിയിലുള്ള ആളുകളെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. പഠിച്ച ആളുകളാണ് നിങ്ങളെ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും അല്ലേ. അപ്പൊ വീട്ടിൽ സ്ത്രീകൾ സ്ത്രീകൾ അവരുടെ വീടുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുഴുവൻ എന്തല്ല, അവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല. അവരവരുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ടും ജെൻഡർ റോളിന്റെ ഭാഗമായിട്ടും ചെയ്യാണ്, കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് നല്ല തന്നെയാണ്. പക്ഷെ ആണുങ്ങൾ അത് അവരുടെ അവകാശമായി കാണരുത്. അതേമാതിരി പെണ്ണുങ്ങൾക്കും ഉണ്ട് അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ, പലതരം ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓരോ ഓൺലൈൻ ക്ലാസ്സിന്റെ ഓൺലൈൻ ദിക്ർ മജ്‌ലിസിലൊക്കെ പോയിരിക്കും. ആണിന് പെണ്ണിന് ആവശ്യമുള്ള സമയത്ത് പെണ്ണുങ്ങൾ പോകാൻ തയ്യാറാവൂല. അതിന്റെ ഒരുപാട് പരാതികൾ വരാറുണ്ട്. അപ്പോ കരിയർ, കുടുംബജീവിതം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാട് വേണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് നിർത്താം. പിന്നെ മോഡേണിസ്റ്റ് മെനസ് ടു ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയ ഡാനിയൽ ഹഖീഖത്ജു എന്ന പേരുള്ള ഒരു ഓതറുണ്ട്. UK ഒരു ചിന്തകൻ, എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു ഖാലിദ് ഉണ്ട്. ഉമ്മു ഖാലിദ് പിന്നെ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കഥയാണ്, കുറച്ച് മുമ്പ് 4-5 കൊല്ലം മുമ്പാ. ഉമ്മു ഖാലിദ് പറയണേ, ഞാൻ ഉമ്മു ഖാലിദിന്റെ കൂട്ടുകാരി ഫ്രണ്ട് പറഞ്ഞു കൊടുത്താണ്. അപ്പൊ UK അവരുടെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു വൃദ്ധ,
ആ വൃദ്ധക്ക് പിന്നെ പ്രായമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ടോയ്ലറ്റിൽ പോകാനും ഒക്കെ പ്രയാസമുണ്ട്. അപ്പൊ അവര് താഴെ നിലയിലാണ് ടോയ്ലറ്റ്, മുകളിലെ നിലയിൽ ടോയ്ലറ്റ് ഇല്ല, പബ്ലിക് ടോയ്ലറ്റ് ആണ്, അറ്റാച്ച്ഡ് അല്ല. അപ്പൊ അവര് താഴെ വന്ന് മൂത്രമൊഴിച്ച് തിരിച്ചു പോകാനൊക്കെ പ്രയാസമായതുകൊണ്ട് അവർ പാത്രത്തിലോ മറ്റൊക്കെ മൂത്രം ശേഖരിച്ചു വെക്കും, എന്നിട്ട് ഒരുമിച്ച് വന്നിട്ട് ക്ലോസറ്റിൽ ഒഴിച്ച് കളി. ഇതൊക്കെ ആയിരുന്നു അവസ്ഥ. അപ്പൊ അവർക്കെതിരെ വലിയ പരാതി വന്നു, പ്രശ്നമായി. അപ്പൊ അവരോട് ഈ ഉമ്മു ഖാലിദിന്റെ ഫ്രണ്ട് ചോദിച്ചത്രേ, നിങ്ങൾക്ക് ആരുമില്ലേ? അപ്പൊ ഇവര് പറഞ്ഞു, ഈ വൃദ്ധ ഡോക്ടറായിരുന്നു. വൃദ്ധ പറയണേ, ഞാനൊരു ഡോക്ടറായിരുന്നു. എൻ്റെ മക്കള് അവരുടേതായ പ്രായമൊക്കെ എത്തിയപ്പോൾ അവര് ലിവിങ് ടുഗദറൊക്കെ ആയിട്ട് അവര് പോയി. ഹസ്ബൻഡ് പണ്ടേ ഒരു ഗേ ആണെന്നും പറഞ്ഞ് മൂപ്പരും പോയി. പുരോഗമനാണല്ലോ, സ്വാതന്ത്ര്യമാണല്ലോ. ഹസ്ബൻഡ് പറഞ്ഞു ഞാനൊരു ഗേ ആണെന്ന് പറഞ്ഞിട്ട് മൂപ്പരും പോയി. പിന്നെ എനിക്ക് ആരുമില്ല. അപ്പൊ നിങ്ങൾക്ക് വൃദ്ധസദനത്തിൽ പോയിക്കൂടെ, ഓൾഡ് ഏജ് ഹോമിൽ പോയിക്കൂടെ എന്ന് വെച്ചപ്പോ ഈ വൃദ്ധ പറഞ്ഞു, പിന്നെ എന്നോട് ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്ത ആരും എന്റെ ശരീരത്തിൽ തൊടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റണില്ല, അതുകൊണ്ടാണ് ഞാൻ പോവാത്തതെന്ന് പറഞ്ഞു. ആരാ പറയണത്? ഒരു കാലത്ത് ഡോക്ടറായിരുന്ന ആളാണ്, കരിയർ ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പൊ യുവർ കരിയർ വിൽ ആൻഡ് ഷുഡ് ഡിഫൈൻ യു എന്ന് പറയുന്നത് പെൺകുട്ടികളോട് ഫെമിനിസ്റ്റുകൾ പറയുന്ന ഒരു നുണയാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂസൻ വെങ്കർ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് കോച്ച്. ഹലോ, ആ റിലേഷൻഷിപ്പ് കോച്ച് പറയുന്ന കാര്യം അതാണ്. പെൺകുട്ടികളുടെ ഫെമിനിസ്റ്റുകൾ പറയുന്ന നുണ അതിൽപ്പെട്ട ഒന്ന്, യുവർ കരിയർ വിൽ ആൻഡ് ഷുഡ് ഡിഫൈൻ യു. നല്ലൊരു കരിയർ, നല്ല പണം സമ്പാദിക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സക്സസ്ഫുൾ ആവുള്ളൂ എന്ന നുണ ഫെമിനിസ്റ്റുകൾ പറഞ്ഞ നുണയാണെന്നാ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ കരിയർ കൊണ്ട് മാത്രം രക്ഷപ്പെടൂല. അപ്പൊ ഇവരുടെ പിന്നെ യുവതികളായ സ്ത്രീകളുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ എല്ലാ ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റികളും മീഡിയകളും ആങ്ങളമാരും ഒക്കെ പറയും, പുരോഗമന ആങ്ങളമാരൊക്കെ പറയും. പക്ഷെ ഇവരുടെ 10-45 വയസ്സിന് കഴിഞ്ഞ് ഇവരുടെ മുടിയൊക്കെ നരച്ച് തൊലിയൊക്കെ ചുളിഞ്ഞ് സൗന്ദര്യമൊക്കെ മങ്ങി ആ ഒരു കാലഘട്ടം ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇമോഷണൽ കണക്ഷൻ ആരോടുണ്ടാവുക? കൂടെ എല്ലാമായി ജീവിച്ച ഭർത്താവിനോടുണ്ടാവും, പിന്നെ വളർത്തി വലുതാക്കിയ മക്കളോടും ഉണ്ടാവും അല്ലെ. ഇവര് ശരീരത്തിൽ സ്പർശിച്ചാലും ഇവര് കാര്യങ്ങൾ ചെയ്തെന്നാലും വളരെ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. വലിയ കരിയർ ഉണ്ടായിരുന്നുകൊണ്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പൊ കരിയർ മാത്രമല്ല ലൈഫ് എന്ന് പറയുന്നതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൂടെ ചിന്തിച്ചിട്ടേ നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ കരിയറിന് വേണ്ടി ഫാമിലിയെ കോംപ്രമൈസ് ചെയ്യണോ, ഫാമിലിക്ക് വേണ്ടി കരിയറിനെ കോംപ്രമൈസ് ചെയ്യണോ എന്നൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരു ബാലൻസിങ് ഒക്കെ ശീലിക്കുന്നതും നല്ലതാണ്, അതിന് പ്രശ്നമൊന്നുമില്ല അല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ ജോലി ചെയ്ത് പണം സമ്പാദിക്കാൻ പറ്റും, നിങ്ങളെ ഹസ്ബൻഡിനെയും കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലതാണ്. പക്ഷെ അറിയാതെ നമ്മൾ ആർത്തിയിലേക്ക് പോവും, അതാണ് സംഭവം. ഇനിയും വേണം എന്നുള്ള ആർത്തിയിലേക്ക്, അങ്ങനെ ഒരു ലൂപ്പിൽ നമ്മൾ പെട്ടുപോകും. പിന്നെ അവിടെ നമുക്ക് ഊരാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. പിന്നെ സാംസ്കാരികമായി നോക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ അല്ലെ. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോ പുതിയ MLA-മാരൊക്കെ വന്നു അല്ലെ, സ്ത്രീകളായ MLA-മാർ ഇങ്ങനെയൊക്കെ വന്നു. അപ്പോ മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്താണ്, അടിച്ചമർത്തപ്പെട്ട ഹിജാബൊക്കെ ഇടുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ എല്ലാം തട്ടവും മറ്റൊക്കെ ഊരിയെറിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അതാണ് സ്വാതന്ത്ര്യം. ഇത് ഭയങ്കര പാരതന്ത്ര്യം. ഇങ്ങനെ രണ്ട് ബൈനറികളാണ് സമൂഹത്തിൽ നിലനിന്നിരുന്നത്. പക്ഷെ ആ ബൈനറികളെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് തട്ടമിട്ട ആളുകൾക്കും പൊതുപ്രവർത്തനമൊക്കെ ആവാം, തട്ടമിട്ടുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ട് തന്നെ പൊതുപ്രവർത്തനം ആവാം എന്നുള്ള രീതിയിലേക്ക് അത് ബാലൻസിങ് ആയിട്ടുണ്ട്. അപ്പോ അങ്ങനെ സമൂഹത്തിൽ ചില മാറ്റങ്ങളൊക്കെ കാണാം. ഈ കാണുന്നത് മുഴുവൻ ശരിയാണെന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ തള്ളിക്കറാതിരുന്നാൽ മതി. കുറച്ചൊക്കെ ശരികൾ അതിലുണ്ടാവാം. നേരെ മറിച്ച് ഈ പണി ഒന്നും പറ്റൂല എന്ന് പറഞ്ഞ് നിങ്ങൾ പിന്മാറിയാൽ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ സുപ്രഭാതം എന്ന് പറഞ്ഞൊരു പത്രം നമ്മൾ ഇറക്കുന്നുണ്ട്. ഈ സുപ്രഭാതത്തിൽ പള്ളിയിലൊക്കെ പിന്നെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് കയറുമ്പോൾ ഒരു മേശ ഉണ്ടാവും, സംഭാവനയും വരിസംഖ്യയൊക്കെ എഴുതാനുള്ള മേശ ഉണ്ടാവും. ഈ മേശം അങ്ങനെ കിടക്കുകയാണ് സുപ്രഭാതം. 1-ാം പേജിൽ തന്നെ കരീന കപൂറാണ്. ഇത് പറ്റുമോ? ഇത് ഒറ്റ നോട്ടത്തിൽ പറ്റൂല. പക്ഷെ ഇത് പറ്റണം, അല്ലാതെ നമുക്ക് പത്രം ഇറക്കാൻ പറ്റൂല. മലബാർ ഗോൾഡിന്റെ പരസ്യം വാങ്ങാതെ പത്രം ഇറക്കാൻ കഴിയില്ല. അപ്പൊ ഈ പത്രം എന്തിനാ ഇറക്കണത്? വ്യത്യസ്ത സമൂഹങ്ങൾക്ക് അവരുടെ സാംസ്കാരികമായ പ്രതിനിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ മുസ്ലിങ്ങൾക്ക് അവരുടെ കൾച്ചറൽ റെപ്രസെന്റേഷൻ ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യണത്. ഈ കൾച്ചറൽ റെപ്രസെന്റേഷൻ ആവശ്യമില്ലാത്ത സ്പേസിലും ടൈമിലും ഇത് ഹലാലാവൂല അല്ലെ. ഇപ്പൊ വേറൊരു നാട്ടിൽ അവിടെ മുസ്ലിങ്ങളെല്ലാം നിൽക്കും, നല്ല നിൽക്കാ പോണ്. ഓർക്ക് ഇങ്ങനെ ഒരു സാംസ്കാരികമായ ഒരു റെപ്രസെന്റേഷന്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ അവർക്ക് എല്ലാം നിൽക്കും, കാര്യങ്ങളും ഓക്കെയാണ്.
രാഷ്ട്രീയ പാർട്ടിയൊന്നും വേണ്ട, അതൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് നിലനിന്ന് പോകാൻ കഴിയും എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പത്രം ഇങ്ങനെ സ്ത്രീകളുടെ ഫോട്ടോ ഒക്കെ വെച്ചിറക്കുന്നത് അനുവദനീയമാവൂല. പക്ഷെ ഇവിടെ നമുക്ക് ഇത് ചെയ്യേണ്ടി വരുന്നു അല്ലെ? അങ്ങനെയല്ലേ? നമ്മൾ ബാലരം ഇറങ്ങിയപ്പോ നമ്മളെ കുട്ടികളെ നന്നാക്കാൻ കുരുന്നുകൾ ഇറക്കില്ലേ? അതേപോലെ അപ്പൊ അങ്ങനത്തെ ഒരു പറ്റേ തിന്മയിലേക്ക് പോകുന്ന തലമുറകളെ ബാലൻസ് ചെയ്യുന്ന ഒരു ഇടപെടൽ സാംസ്കാരികമായും സാമൂഹികമായും വൈജ്ഞാനികമായും ഒക്കെ നമ്മുടെ ഇടയിൽ സംഭവിക്കണം. അപ്പൊ അതിനൊക്കെ പിന്നെ നേതൃത്വം നൽകേണ്ട ആളുകളും കൂടെയാണ് എന്റെ മുന്നിലിരിക്കുന്നത്. നിങ്ങൾ മഹദി എന്നുള്ള ടൈറ്റിൽ കിട്ടിയവരാണ്. നിങ്ങൾ അഭിമാനിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ദാറുൽ ഹുദ മൂവ്മെന്റിന്റെ ഭാഗമാണ് നിങ്ങൾ. ചരിത്രത്തിൽ ഇടം നേടിക്കഴിഞ്ഞ ദാറുൽ ഹുദ മൂവ്മെന്റിന്റെ ഭാഗമാണ് നിങ്ങൾ. നാളെ നിങ്ങളുടെ മക്കൾ ഇൻഷാ അല്ലാഹ് ദാറുൽ ഹുദ സിസ്റ്റത്തിൽ വരും. അവര് ഭാവിയിൽ പിന്നെ വിജ്ഞാനത്തിന്റെ വെളിച്ചം കടന്നു ചെല്ലാത്ത ഏതെങ്കിലും ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോയിട്ട് സാമൂഹികമായ മാറ്റങ്ങൾക്ക് വിപ്ലവകരമായ നേതൃത്വം നൽകും. ഒരു പക്ഷേ ലാറ്റിൻ അമേരിക്കയിലോ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലോ യൂറോപ്പിലോ ഒക്കെ അവർ ഇമാമുമാരായിട്ടോ പരിഷ്കർത്താക്കളായിട്ടോ കടന്നു ചെല്ലും. ദാറുൽ ഹുദ മൂവ്മെന്റിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നേട്ടം കൂടി ഉണ്ട് അല്ലേ? നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമുക്ക് പിന്നെ ദാറുൽ ഹുദയെ കൊണ്ടുണ്ടായ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. 2011 ഞാൻ പിന്നെ ബംഗാളിൽ പോയപ്പോ 2011 ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് വെസ്റ്റ് ബംഗാളിൽ പോയപ്പോ ഒരു മൗലാന അവിടുത്തെ ഒരു മൂല്യര് ഇങ്ങനെ തൊപ്പിയും ജുബയൊക്കെ ഇട്ടിട്ട് സൈക്കിളുമ പോവാണ്. പിന്നില് ആരെ ഇരുത്തിയിട്ടുണ്ട്? ഭാര്യനെ ഇരുത്തിയിട്ടുണ്ട്. ആ ഭാര്യന്റെ വേഷം എങ്ങനെയാണ്? നമ്മളെ LP സ്കൂളിലൊക്കെ ഹിന്ദു ടീച്ചർമാരുടെ ഒക്കെ വേഷം അല്ലേ? ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വേഷം. ആ രീതിയിലുള്ള സാരിയൊക്കെ എടുത്ത് അതിനുശേഷം ഞാൻ പോയി ഇവിടുന്ന് ഇറങ്ങി ഉദവിയായി കുട്ടികളെയും കൊണ്ട് ഞാൻ ബംഗാളിൽ ഒന്നും കൂടെ പോയി. 2019 പോയി. ആ നാടാകെ മാറിയിട്ടുണ്ട്. കുട്ടികൾ അത് വലിയ സ്ത്രീകളെ വേഷത്തെ ഞാൻ പറഞ്ഞത് അത് മാറി. കുട്ടികൾ സ്കൂളിൽ പോകുന്ന മദ്രസയിൽ പോകുന്ന രീതി തന്നെ മാറി. എല്ലായിടത്തും മോഡസ്റ്റി, എല്ലായിടത്തും ഒരു ചേഞ്ച് അവിടെ വന്നു. അപ്പൊ കൾച്ചറൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറണം. അത് നിങ്ങൾക്ക് കുടുംബത്തിലിരുന്നാലും സാധിക്കും. എല്ലാവരും കൂടി ചാനൽ ചർച്ചക്ക് പോകണമെന്നൊന്നുമില്ല. പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ ചാനൽ ചർച്ചക്ക് പോകേണ്ടി വരും. നിങ്ങളിങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്നിട്ട് പടച്ചോ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ എന്താ ചെയ്തത്, മറുപടി പറയേണ്ടി വരും നിങ്ങള്. അപ്പൊ അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളൊക്കെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നല്ല വായന വേണം. ഈ പഠിച്ചതാണ് മടക്കി വെച്ചാൽ പോരാ, നല്ല വായന വേണം. കഥയും നോവലും ചരിത്രവും ഫിലോസഫിയും ഒക്കെ വായിക്കണം. സമയം കണ്ടെത്തി വായിക്കണം. സമയം എന്ന് പറഞ്ഞാൽ പടച്ചോണ്ട് കൊടുന്നേരൊന്നുമില്ല. ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് വായിക്കുന്നേ, എന്നാലേ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളി, നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇപ്പൊ ഒരു 25-26 വയസ്സുണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്കൊരു 46 വയസ്സാവുമ്പോ നിങ്ങളെ 16 വയസ്സായ മോൻ നിങ്ങളോട് പറയും എന്താ മോനെ പറഞ്ഞ് അത് ഉമ്മ നിങ്ങൾക്ക് മനസ്സിലാവലാണ്ട് അവനാണ് പോവും. അപ്പോഴുള്ള വേദന നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവത്ത്? നിങ്ങൾക്ക് വായനല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോകത്തെ കുറിച്ച് കാഴ്ചപ്പാടില്ല. ലോകത്തെ കുറിച്ച് കാഴ്ചപ്പാടുണ്ടെങ്കിൽ മക്കളാൽ പറ്റിക്കപ്പെടാതെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിനും കൂടിയാണല്ലോ നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത് അല്ലേ? അപ്പൊ എല്ലാ ജനറേഷനെ കുറിച്ചും മനസ്സിലാക്കുക. എന്താണ് ജെൻസി, എന്താണ് ജെൻ ആൽഫ, എന്താണ് ജെൻ ബീറ്റ. നിങ്ങളൊക്കെ ബീറ്റകളെ പ്രസവിക്കാൻ പോവല്ലേ? കുറച്ച് നോക്കിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള സമൂഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, പിന്നെ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുക, അതിലൂടെ നമ്മളെ മക്കളെ വളർത്തുക. പടച്ചറപ്പ് തൗഫീഖ് ചെയ്യട്ടെ. എന്തെങ്കിലും ആമീൻ പോലും പറയുന്നില്ലല്ലോ. ഞാൻ തെറ്റെന്തെങ്കിലും പറഞ്ഞോ? പറ്റാത്ത എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിന് ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ച്. പിന്നെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ, ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞു പോവാ. നിങ്ങൾ വളരെ ഉഷാറായി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ ഈ പുറത്ത് എന്താ നടക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് നിൽക്കാൻ ഞാൻ പറയുന്നത്. എങ്ങനെയാണ് പെൺകുട്ടികൾ, വളർന്നു വരുന്ന പെൺകുട്ടികളെ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, വളർന്നു വരുന്ന ആൺകുട്ടികളെ എങ്ങനെ ചിന്തിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ എനിക്കുണ്ട്. പരാതികൾ വരുന്നു, ഒരുപാട് ആളുകളെ പ്രശ്നങ്ങൾക്ക് സമീപിക്കുന്നു. ഈ അനുഭവത്തിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം നിങ്ങൾ എന്ന ഒരു ആത്മാർത്ഥമായ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒരു ഭാഷയിലൊക്കെ സംസാരിച്ച്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കുറച്ച് നിങ്ങളെ രസിപ്പിച്ചിട്ടൊക്കെ പോകാവുന്നതായിരുന്നു. അപ്പൊ ആ ആത്മാർത്ഥതയെ നിങ്ങൾ വിലക്കെടുക്കണം. അതിന് കൃത്യമായിട്ട് നിങ്ങൾ പിന്നെ മുഖവിലക്കെടുക്കണം എന്ന് മാത്രം
അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കരിയറിലും നിങ്ങളെ കുടുംബജീവിതത്തിലും നിങ്ങളെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പടച്ചവൻ ഖൈറും ബർക്കത്തും തുമനീനത്തും സക്കീനത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആത്മവിശ്വാസമുള്ള പ്രൗഢായ മുസ്ലിമുകളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറാനുള്ള അവസരം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും എൻ്റെ വീട്ടിലൊക്കെ ഉള്ള എല്ലാവർക്കും, സഹോദരിമാർക്കും എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.